Hi, good evening to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. +1 ഒരു ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് നീറ്റിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഈ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് കോർഡിനേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. കോർഡിനേഷൻ എന്താണ്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കോർഡിനേഷൻ എന്താണ് അല്ലെങ്കിൽ കൺട്രോൾ എന്താണെന്നൊക്കെ. എന്താ കോർഡിനേഷൻ? എനിവൺ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഇവന്റ് നടത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവന്റ് നടത്തുമ്പോ എല്ലാ കാര്യങ്ങളും ഒരാളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കി നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോരോ ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ഹാള് വേണം. ദെൻ സ്റ്റുഡൻസ് ഒക്കെ അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരും. അതിപ്പോ സയൻസിന്റെ ആണെങ്കിലും മാത്സിന്റെ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കി നടത്തുന്നത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാത്രമാണോ? അല്ല, കുറെ അധികം ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ അധികം സപ്പോർട്ടീവ് അസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ കുറെ ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ എന്താ കോർഡിനേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതാണ് നമ്മളുടെ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടി, ആൾക്കാരല്ല, നമ്മളുടെ കേസ് പറയുമ്പോൾ നമുക്ക് കുറെ അധികം ഹോർമോൺസും കുറെ അധികം പാർട്സും നെർവ്സും സെൽസും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യുന്നു. സോ ദാറ്റ് ഈസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ കോർഡിനേഷൻ. അതായത് കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ എന്ന് പറയാനുള്ള കാരണം ഇവിടെ കുറെ അധികം കെമിക്കൽ സബ്സ്റ്റൻസസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? ഹോർമോൺസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയുടെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. ആ ഓരോ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്ത് പോകാനായിട്ട് നമ്മുടെ ബോഡിയിൽ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹോർമോൺസ്. അപ്പൊ ഈ ഹോർമോൺസ് മാത്രം ഉണ്ടായാൽ പോരാ, അതിനോടൊപ്പം തന്നെ കുറെ ആൾക്കാരും കൂടി ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഫങ്ഷൻസ് എന്ത് ചെയ്യുള്ളൂ? പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്ത് ഫങ്ഷൻ ചെയ്ത് പോളൂ. ഇല്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ ഡെഫിഷ്യൻസിയോ ഇല്ല എക്സസോ അല്ലെങ്കിൽ സം പ്രോബ്ലംസ് ഇൻ ദ ഡക്ട് അല്ലെ, ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഡക്റ്റുകൾ ഉണ്ട്, അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഹോർമോൺസ് ഏതൊക്കെ പാർട്സിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിന്റെ ഓരോ ഹോർമോൺസിന്റെയും ഫങ്ഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ? കെമിക്കൽ കോർഡിനേഷൻ എന്താണ്, അതിന്റെ ജസ്റ്റ് ഒരു പേര്, ആ ടോപ്പിക്കിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ NCERT-യിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു സംഭവം. നമ്മൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് എ പോയിന്റ് ടു പോയിന്റ് റാപ്പിഡ് കോർഡിനേഷൻ ആണ്. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രം വൺ ഓർഗൻ ടു അനദർ ഓർഗൻ, അല്ലെങ്കിൽ ഫ്രം വൺ സെൽ ടു അനദർ സെൽ എന്താണ്? പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ് അല്ലെ. നമ്മുടെ ഇപ്പൊ ന്യൂറോൺ ഇങ്ങനെയാണ് ഉണ്ടാവുക, ന്യൂറോണിന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ദെൻ നെക്സ്റ്റ് ന്യൂറോൺ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് പോകുന്നു. സോ ദാറ്റ് ഈസ് ഒരു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ന്യൂറോൺ സിസ്റ്റത്തിൽ നിന്ന് മറ്റേ ന്യൂറോൺ സിസ്റ്റത്തിലേക്ക് ഉള്ള ഒരു കണക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? പോയിന്റ് ടു
പോയിന്റ് റാപ്പിഡ് കോർഡിനേഷൻ. അടുത്തടുത്തുള്ള സെൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കോർഡിനേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പോയിന്റ് ടു പോയിന്റ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂറൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റാപ്പിഡ് ബട്ട് ഷോർട്ട് ലിവ്ഡ് ആണ്. അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? റാപ്പിഡ് ആണ്, പെട്ടെന്നാണ്. ഇപ്പൊ നമ്മുടെ കൈ ഏതെങ്കിലും ഒരു ടേബിളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയ ഉടൻ തന്നെ നമുക്ക് എന്ത് ഉണ്ടാവുന്നു? പെയിൻ ഉണ്ടാവുന്നു. ആ പെയിൻ അങ്ങോട്ട് വർഷങ്ങളോളം നീണ്ടു നിന്ന് പോകുന്നില്ല അല്ലെ. ഉടനെ തന്നെ ആ പെയിൻ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ആ പെയിൻ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ന്യൂറൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആണ്, പെട്ടെന്നുള്ളൊരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഷോർട്ട് ലിവ്ഡ് ആണ്. ദാറ്റ് ഈസ് ദ അനദർ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് നെർവ് ഫൈബേഴ്സ് ഡു നോട്ട് ഇന്റർവീറ്റ് ഓൾ സെൽസ് ഓഫ് ദ ബോഡി. നമ്മുടെ എല്ലാ സെൽസിലേക്കും ഇത് എന്ത് ചെയ്യുന്നില്ല? കണക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഒരേപോലെ. ഓക്കെ, ഇതിന് അടുത്തത് സെല്ലുലാർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെല്ലുലാർ ഫങ്ഷൻസ് നമുക്കറിയാം മക്കളെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്ലി ആണ്. സെല്ലുലാർ ഫങ്ഷൻസ് കണ്ടിന്യൂസ്ലി ആണ്. അതുപോലെ തന്നെ കോർഡിനേഷനും ഇന്റഗ്രേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എന്തും കൂടിയാണ്? ഹോർമോൺസും കൂടിയാണ്. വളരെ എഫക്റ്റീവ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ ന്യൂറൽ സിസ്റ്റവും വേണം, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഹോർമോൺസിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം അല്ലെ. സോ അതുപോലെ തന്നെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ് അല്ലെ. ലാക് ഡക്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നും കൂടി നമുക്ക് അതിനെ എന്ത് ചെയ്യാം? പറയാം. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡക്റ്റ് ഇല്ലാത്തൊരു ഗ്ലാൻഡ് ആണ്. എന്താ പറയാ, അവരുടെ സെക്രീഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹോർമോൺസ് ആണ്. ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്, സെക്രീറ്റ് ഹോർമോൺസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഡക്ട്ലെസ് ഗ്ലാൻസ് ആണെങ്കിൽ എവിടെ നിന്ന് ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് ബ്ലഡിൽ കൂടെ വേണ്ട ടാർഗറ്റ് ഓർഗൻസിലേക്ക് എത്തുന്നു. ദെൻ ബ്ലഡിൽ തന്നെ അത് റീഅബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ക്ലാസിക്കൽ ഡെഫിനീഷൻ ഓഫ് ഹോർമോൺ എന്ന്, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹോർമോണിന്റെ ഡെഫിനീഷൻ. അതായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡെഫിനീഷനും അതുപോലെ തന്നെ കറണ്ട് ഡെഫിനീഷൻസും, അതായത് കറണ്ട് നിലവിലുള്ള ഡെഫിനീഷൻ, രണ്ട് ടൈപ്സ് ഓഫ് ഡെഫിനീഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. സോ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ, ഹോർമോൺസ് ആർ ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെ. നമ്മളിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. റിലീസ് ഇൻ ടു ദ ബ്ലഡ് ആണ് ആൻഡ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻസ്. ഏതാണോ ടാർഗറ്റ് ഓർഗൻസ്, ആ ടാർഗറ്റ് ഓർഗൻസിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഹോർമോൺസ് എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, അതാണ് ക്ലാസിക്കൽ ഡെഫിനീഷൻസ്. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയന്റ് അല്ലെ. ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഹോർമോൺസ് ആർ ന്യൂട്രിയന്റ് എന്ന് വരാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും നമ്മൾ NCERT വായിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ഹോർമോൺസ് ആർ ന്യൂട്രിയന്റ് ആണോ നോൺ ന്യൂട്രിയന്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. കറണ്ട് ഡെഫിനിഷനിൽ വരുന്നത് ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സേജ് ആൻഡ് ആർ പ്രൊഡ്യൂസിങ് എ ട്രേസ് എമൗണ്ട്. വളരെ ട്രേസ് എമൗണ്ടിൽ നമ്മളുടെ വേണ്ട സെൽസിൽ എത്തിച്ചേരുന്ന ഒരു നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ഡെഫിനിഷൻസ്. അതേപോലെ രണ്ട് ഡെഫിനിഷൻസിന്റെയും ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെ ന്യൂട്രിയന്റ് നോൺ ന്യൂട്രിയന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായി. ഹലോ മാം. മാം ഇപ്പോഴാണ് ലിങ്ക് കിട്ടിയത്, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ലിങ്ക് കിട്ടാൻ. അപ്പോൾ മാം തുടങ്ങിയിട്ട് കുറെ ആയോ? ഇല്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷനും കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസ്, അപ്പൊ ഈ രണ്ട് ഡെഫിനീഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ,
നമ്മുടെ NCERT-യിലുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കിത് ക്ലിക്ക് ആവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോൺസ് ആണെന്ന് പറഞ്ഞു. ഹോർമോൺസ് നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു. ഇന്റർസെല്ലുലാർ മെസ്സഞ്ചർ ആണ് ആൻഡ് പ്രൊഡ്യൂസിന് ട്രേസ് എമൗണ്ട്, അതും കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ട്രേസ് എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ആവശ്യാനുസൃതം മാത്രമേ ഹോർമോൺസ് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ എൻഡോക്രൈൻ, ഡക്ലസ് ഗ്ലാൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റം ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിപ്പോ കുറെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മുടെ ഹെഡ് റീജിയൻ തൊട്ട് ബാക്കി ബോഡി പാർട്സിൽ എല്ലായിടത്തും ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ എൻഡോക്രൈൻ സിസ്റ്റംസ് ഉണ്ട് എന്നാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം മക്കളെ, നമ്മുടെ ഹെഡ് റീജിയനിൽ ആരാണുള്ളത്? ഹൈപ്പോതലാമസ് ആണ് അല്ലെ? നമ്മുടെ ബ്രെയിനിന്റെ റീജിയനിൽ ആണ് ഹൈപ്പോതലാമസ് കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ പിറ്റ്യൂട്ടറി ഉണ്ട്, ദെൻ പിനിയൽ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് സാധനങ്ങളും എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഹെഡ് റീജിയനിലാണ് അല്ലെ? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അതുപോലെ തന്നെ പിനിയൽ ഗ്ലാൻഡ്. ഇത് മൂന്നും നമ്മുടെ ഹെഡ് റീജിയനിലായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ തന്നെ മനസ്സിൽ കുറിച്ച് വെക്കുക. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഹെഡ് റീജിയനിൽ കാണുന്നത്, ബ്രെയിനിന്റെ റീജിയനിൽ കാണുന്നത്. ഏതൊക്കെയാ? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പിനിയൽ ഗ്ലാൻഡ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്കിന്റെ റീജിയനിൽ എത്തി. നമ്മുടെ നെക്കിന്റെ റീജിയനിൽ എത്തുമ്പോൾ നമുക്ക് ആരൊക്കെയാണ്? രണ്ടാൾക്കാരാണ് അല്ലെ? ആരാ? തൈറോയിഡും പാരാതൈറോയിഡും അല്ലെ? രണ്ടാൾക്കാരാണ്, തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഈ രണ്ടാൾക്കാര്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ എവിടെ എത്തി? ആ ഹാർട്ടിന്റെ ജസ്റ്റ് മോൾ ഭാഗത്തായിട്ട് അല്ലെ? നമ്മളുടെ ബ്രസ്റ്റ് ബോണും എത്തണ്ട, ജസ്റ്റ് ആ ഒരു ഹാർട്ടിന്റെ നമ്മുടെ ഈ ഒരു റീജിയനിലായിട്ട് നോക്കിയേ, ഈ ഒരു റീജിയനിലായിട്ട് കാണുന്നതാണ് നമ്മുടെ എന്ത് ഗ്ലാൻഡ്? ദാറ്റ് ഈസ് തൈമസ്. തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്. ഇവിടെയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് കാണുന്നത് അല്ലെ? ഈ ഒരു റീജിയനിലാണ്. ഇനി അടുത്തത്, തൈമസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ നമ്മുടെ എവിടെയാണ് നോക്കിയാൽ കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്ന? അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ജസ്റ്റ് വെറുതെ ഒന്ന് തന്നിട്ടുണ്ട്, കിഡ്നി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാരാ? പാൻക്രിയാസ് ആണ്. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാ? ഗൊണാഡ്സ് ആണ്. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ മെയിലിലും ഫീമെയിലിലും ഡിഫറൻസ് ഉണ്ട്. മെയിലിലാണെങ്കിൽ ടെസ്റ്റിസും ഫീമെയിൽസിലാണെങ്കിൽ നോക്കിയാൽ മെയിലിലാണെങ്കിൽ ടെസ്റ്റിസും ഫീമെയിൽസിലാണെങ്കിൽ നമുക്ക് ഓവറിയുമാണ് നമ്മളുടെ ഗൊണാഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പിനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, ദെൻ അഡ്രീനൽ ഗ്ലാൻഡ്, ദെൻ പാൻക്രിയാസ്. പാൻക്രിയാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൊണാഡ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മെയിലിന്റെയും ഫീമെയിലിന്റെയും. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത് 10 എൻഡോക്രൈൻ സിസ്റ്റം ആണ്. 10 എന്ന് പറയുമ്പോൾ 8 നമുക്ക് കോമൺ ആണ് എല്ലാവർക്കും. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പിനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രീനൽ, പാൻക്രിയാസ്. ഇത് കോമൺ ആയിട്ടുള്ളതാണ്. ദെൻ ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ മെയിലിലും ഫീമെയിലിലും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇവരിൽ അതേപോലെ തന്നെ എല്ലാത്തിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ പറയാ ഹോർമോൺസ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക, ഹെഡിൽ 3 ദെൻ കഴുത്തിന്റെ ഭാഗത്ത്, ദെൻ അങ്ങനെ നമ്മുടെ ഹോൾ ഹ്യൂമൻ ബോഡിയിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? യെസ് മാം. യെസ്, ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാം, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ സ്കാറ്റേർഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കുറെ ടിഷ്യൂസും സെൽസും ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ഇതില് പിറ്റ്യൂട്ടറി, പിനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്, ഗൊണാഡ്സ്. ഇവരെല്ലാം ഈ പറഞ്ഞതെല്ലാം എന്താണ്? വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാര് വെൽ ഓർഗനൈസ്ഡ് അല്ല. കുറച്ച് ആൾക്കാർ എങ്ങനെയാണ്? കുറെ അധികം സ്കാറ്റേർഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ഹോർമോൺസ് സ്കാറ്റേർഡ്, സെക്രീറ്റഡ്, നോൺ എൻഡോക്രൈൻ ഓർഗൻസ് ആണ് ദാറ്റ് സെക്രീറ്റ് ഹോർമോൺസ്. എങ്ങനെയായിരിക്കും? സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. നോക്കിയോ, ഹോർമോൺസ് പ്രൊഡ്യൂസിങ് tissues and cells. Okay, tissues and cells scattered in the body. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന കുറെ അധികം
ആൾക്കാരുണ്ട്. അവരിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ എൻഡോക്രൈൻ അല്ലെ? ഓക്കെ, നോൺ എൻഡോക്രൈൻ ഓർഗാൻസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെക്രീറ്റ് ഹോർമോൺസ്. ഓക്കെ, ഹോർമോൺസ് നോൺ എൻഡോക്രൈൻ, കുറെ അധികം നോൺ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിക്കും അതിനെ കുറിച്ച്. അപ്പൊ ജസ്റ്റ് ആ പേരുകളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, ഹാർട്ട് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഡൗട്ട് വരാം, ഹാർട്ട് എന്താ പറയാ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോന്ന്. യെസ്, ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഏതാണെന്നൊക്കെ പഠിക്കും, എന്തിനാണെന്നും പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരാണ് എന്താ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ അല്ലെ? പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ്ഡ് അല്ലാണ്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അതുപോലെ ഇവരൊക്കെ നമ്മളുടെ ആരൊക്കെയാണ്? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഇവരൊന്നും വെൽ ഓർഗനൈസ്ഡ് അല്ല. ഇവര് എന്താ പറയാ ഓർഗനൈസ്ഡ് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ വെൽ ഓർഗനൈസ്ഡ് ആണ്. പക്ഷെ ഇവര് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യണത് ഒരു പർട്ടിക്കുലർ ടൈമിങ്ങും പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുള്ളൂ. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് അതിന്റെ പേര് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അതിൽ ആദ്യത്തെ ആളായിട്ടുള്ള ഹൈപ്പോതലാമസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഹൈപ്പോതലാമസ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്? ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസ് ഏതാണ്? എന്തൊക്കെയാണ് ആ ഹോർമോൺസിന്റെ ഫങ്ഷൻ എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹൈപ്പോതലാമസിനെ കുറിച്ച്. അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. ഈ ഹൈപ്പോതലാമസ് ഒരു ഇതാ കണ്ടോ, നോക്കി എവിടെയാണ് ഹൈപ്പോതലാമസ് കാണാൻ പറ്റുന്നത്? ഹൈപ്പോതലാമസിൽ ഒരു ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്, അതായത് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതിലെ ചെറിയ ചെറിയ ന്യൂക്ലിയസ്, ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറയുന്ന ന്യൂക്ലിയസ്, നമ്മുടെ ഇങ്ങനെ ഒരു ന്യൂറോൺസ് ഉണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞു 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 ന്യൂക്ലിയകൾ ഉണ്ടാവും. അവരാണ് എന്ത് ചെയ്യുന്നത്? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. എന്താ പറയാ നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, അതിൽ ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആണ്. അതിൽ ആദ്യത്തെ റിലീസിങ് ഹോർമോൺസ് ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്, ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ എന്ന് പറയുന്ന 3 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ റിലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റിലീസ് ചെയ്യാണ്, എന്തോ ഒന്നിനെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇൻഹിബിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്തോ ഒന്നിനെ തടയുന്നു അല്ലെ? ഇൻഹിബിറ്റ് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത 2 ഹോർമോൺസ്, ഓക്സിറ്റോക്സിനും വാസോപ്രസിനും, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രീറ്ററി സെൽസ്, ദാറ്റ് ഈസ് ന്യൂക്ലിയെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേയധികം ടൈപ്സ് ഓഫ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്സ് ഓഫ് ഹോർമോൺസിന്റെ പേരാണ് റിലീസിങ് ഹോർമോൺ ഒരെണ്ണം, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അതുപോലെ തന്നെ ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ. ഇത്രയും ആൾക്കാരാണ് നമ്മളുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ. അപ്പൊ റിലീസിങ് ഹോർമോൺ എന്തായിരിക്കും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 ടൈപ്സ് മീൻസ് 2 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആന്റീരിയറും പോസ്റ്റീരിയറും. അത് നമുക്ക് ആ ഡയഗ്രാം വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സ്റ്റിമുലേറ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ റിലീസിങ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തിനാ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ആ പിറ്റ്യൂട്ടറി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? റിലീസിങ് ഹോർമോൺ ചെയ്യുന്നത്. അതേപോലെ നോക്കി, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യാണ്. ചില ഹോർമോൺസ് നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത ഹോർമോൺസ് ചിലപ്പോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ ഹോർമോൺസിന് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഇൻഹിബിറ്റിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ IH എന്ന് തരും, റിലീസിംഗ് ഹോർമോൺ RH എന്ന് തരും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഇത് 2 ആൾക്കാരും എന്ത് ചെയ്യാണ്? നമ്മുടെ ആക്സിഡന്റലി സ്റ്റോർഡ് ഇൻ ദ
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഈ രണ്ടാൾക്കാർ, ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഇതിന് വളരെയധികം കുറേയധികം ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓക്സിറ്റോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ വാസോപ്രസിന്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഹോർമോൺസും റിലീസിങ് ഹോർമോൺസും അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും എന്ത് ചെയ്യുന്നുണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ നോക്കിയേ മക്കളെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ ഹൈപ്പോതലാമസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ. അതിൽ നോക്കിയേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഈ ഒരു റീജിയൻ. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഏതാ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഈ ഒരു റീജിയൻ. ഇതെന്തായിരിക്കും നോക്കിയേ, ഇവിടെ തന്നെ കാണുന്നത്, ദാറ്റ് ഈസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ദിസ് ഈസ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി, ദിസ് ഈസ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ രണ്ട് തരത്തിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എവിടെയാണ് കാണുക, നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ നമ്മുടെ ഹൈപ്പോതലാമസ് റീജിയനിലാണ് കാണുന്നത് അല്ലെ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബോണി കാവിറ്റി കാൾഡ് സെല്ലാ ടർസിക്ക. ഓക്കെ, സെല്ലാ ടർസിക്ക എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മുടെ ബോണി കാവിറ്റി, നമ്മുടെ ഹെഡ് റീജിയനിൽ ഒരു ബോണി കാവിറ്റി ഉണ്ട്. ആ ബോണി കാവിറ്റിനെ പറയുന്ന റീജിയൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് സെല്ലാ ടർസിക്ക. ഈ ഒരു റീജിയനിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെല്ലാ ടർസിക്ക. അതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട്, ഒരു കമ്പ് പോലത്തെ, ഒരു വടി പോലത്തെ ഒരു സാധനം കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫണ്ടിബുലം. ഓക്കെ, അപ്പൊ നമ്മുടെ ഏകദേശം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ ഏകദേശം ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാധനം, ഈ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇങ്ങനെയാണ് ഏകദേശം സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ മക്കളെ? യെസ് മാം. നമ്മള് ഓവറിയുടെ യൂട്രസിന്റെ ഭാഗത്തിലും ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞ പാട്ടില്ലേ? ഉണ്ട് നമ്മൾ ഉണ്ട് അതുണ്ട്. ഇൻഫണ്ടിബുലം അത് വേറെയാണ്, ഇത് വേറെ. ഇത് സെയിം, ഇത് ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിന് ഈ ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്, ഇൻഫണ്ടിബുലം എന്നുള്ളൊരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ ഇൻഫണ്ടിബുലം വേറെയുണ്ട്. ഓക്കെ, ദെൻ നോക്കിക്കേ, പാർട്സ് ഓഫ് പിറ്റ്യൂട്ടറി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വേറൊരു പേരാണ് നമ്മൾ എന്താ പറയാ, അഡിനോഹൈപ്പോഫൈസിസ്. അതുപോലെ തന്നെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അഡിനോഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി. എഗെയിൻ അഡിനോഹൈപ്പോഫൈസിസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയ. പാസ് ഡിസ്റ്റാലിസ് ആൻഡ് പാസ് ഇന്റർമീഡിയ. ഈ അഡിനോഹൈപ്പോഫൈസിസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പാസ് ഡിസ്റ്റാലിസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് വൺ ഈസ്, ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഇതിന്റെ ഈ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ നടുക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർസ് ഇന്റർമീഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാർസ് ഇന്റർമീഡിയ എന്ന് വിളിക്കുന്നത്. ഇത് ഈ രണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സും തമ്മിൽ മെർജ് ചെയ്ത് കിടക്കുന്നത്, ഈ നടുക്കുള്ള ഭാഗം എന്ന് പറയുന്നത് മെർജ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, മീൻസ് ക്ലബ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ അഡിനോഹൈപ്പോഫൈസിസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയം. ഈ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്, പാർസ് ഇന്റർമീഡിയ എന്ന് പറയുന്നത് നടുക്കുള്ള റീജിയൻ ആണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്ത് കിടക്കുന്നുണ്ടാവും, വളരെയധികം മെർജ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് മെർജ് ചെയ്തിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, പാർസ് ടർബുലാറിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, പാർസ് ഇന്റർമീഡിയ, കണ്ടോ മീഡിയൽ റീജിയനിലായിട്ട് ഇന്റർമീഡിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പാർസ് ഡിസ്റ്റാലിസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പാർസ് ഇന്റർമീഡിയം ഡിസ്റ്റാലിസും നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ പാർസ് ഇന്റർമീഡിയന്റെ ഫംഗ്ഷൻ എന്താ, അത് മെർജ് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ടെക്സ്റ്റിൽ. അപ്പൊ അത് മെർജിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോ, പാർസ് ഡിസ്റ്റാലിസ്. പാർസ് ഡിസ്റ്റാലിസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു, അതിന്റെ ഡിവിഷൻ പറഞ്ഞു. ഇനി അടുത്തത് എന്താണ് ഈ പാർസ് ഡിസ്റ്റാലിസിന്റെ ഫംഗ്ഷൻ എന്താണ്, പാർസ് ഡിസ്റ്റാലിസ് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, പാർസ് ടർബുലാറിസ്, ട്യൂബുലാറിസ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് ട്യൂബുലാറിസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റാലിസ്, ഇന്റർമീഡിയ, നെർവോസ, പാർസ് നെർവോസ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഡയഗ്രാം വ്യക്തമായിട്ട്
മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാം ആണ്. ഇനി നോക്കിക്കേ, എന്താണ് പാർസ് ഡിസ്റ്റാലിസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്ന അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ ഹോർമോൺസിനെയാണ് ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറെ ഹോർമോൺസിന്റെ പേരുകളും ഒക്കെ പറഞ്ഞു. ഇനി അടുത്തത് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ടുള്ള ഈ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്തൊക്കെ ഹോർമോൺസിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തൊക്കെ ഹോർമോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്, എന്നിട്ട് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ഈ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്താ ചെയ്യുന്നത്, ആദ്യത്തെ ഹോർമോൺസ് ആയിട്ടുള്ള ആരാണ്, സൊമാറ്റോട്രോപ്പിൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രോത്ത് ഹോർമോൺ എന്ന് തന്നില്ലെങ്കിലും സൊമാറ്റോട്രോപ്പിൻ എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ ആണ് എന്ന് അറിയണം. ദെൻ നെക്സ്റ്റ് നോക്കിയ മക്കളെ, പ്രൊലാക്റ്റിൻ, രണ്ടാമത്തെ പ്രൊലാക്റ്റിൻ. അപ്പൊ പാർസ് ഡിസ്റ്റാലിസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൽ ആദ്യം ഗ്രോത്ത് ഹോർമോൺ, ദെൻ പ്രൊലാക്റ്റിൻ, then next one is TSH, thyroid stimulating hormone, TSH. ചിലപ്പോൾ നമുക്ക് thyroid stimulating hormone എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് തരില്ല, TSH എന്താണെന്ന് അറിയണം. then adrenocorticotropic hormone, ACTH. then അടുത്തത് follicle stimulating hormone, then next one is luteinizing hormone. അപ്പൊ ഇത്രയും ഹോർമോൺസ് ആണ്, ഒരു 6 ഹോർമോൺസ് ആണ് ആര് റിലീസ് ചെയ്യുന്നത്, പാർസ് ഡിസ്റ്റാലിസ് റിലീസ് ചെയ്യുന്നത്. സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ, prolactin, thyroid stimulating hormone, adrenocorticotropic hormone, then follicle stimulating hormone, then luteinizing hormone. ഇത്രയും ഹോർമോൺസ് ആണ് നമ്മുടെ പാർസ് ഡിസ്റ്റാലിസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്. യെസ്, ദെൻ നോക്കിക്കേ, ഇനി അടുത്തത് നമ്മുടെ സൊമാറ്റോട്രോപ്പിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞിരുന്നു. ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്തോ വളർച്ചയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഫോർ ഗ്രോത്ത്, ബോഡി ഗ്രോത്ത് അല്ലെ, നമ്മുടെ ശരീര വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. ഇനി അടുത്തത്, ഈ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം പ്രശ്നമാണ് അല്ലെ. ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ജൈജാൻഡിസം, ഭീകരത്വം എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് ജൈജാൻഡിസം. അബ്നോർമൽ ഗ്രോത്ത് ആണ്. അപ്പൊ നോക്കിയ പിക്ചറിൽ തന്നെ ഇയാളെ കാണാൻ പറ്റും നമുക്ക് അല്ലെ, എത്ര ഒരു ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്, നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ജൈജാൻഡിസം എന്നുള്ളൊരു കേസാണ് ഉണ്ടാവുന്നത്. ദെൻ അടുത്തത് ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺസിന്റെ കുറവ് കാരണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡ്വാർഫിസം. അതിന്റെ ഒരു പിക്ചർ നോക്കി, എവിടെ ഡ്വാർഫിസത്തിന്റെ പിക്ചർ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വളരെ ഷോർട്ട് ആയിട്ടുള്ള മാൻ. അപ്പൊ രണ്ടാൾക്കാരും എക്സസ് ആണെങ്കിലും അതുപോലെ തന്നെ കുറവാണെങ്കിലും നമുക്ക് അതുകൊണ്ട് പ്രശ്നമാണ് ഉണ്ടാവുന്നത്. ഗ്രോത്ത് ഹോർമോൺസ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. യെസ്, ഇനി അടുത്തൊരു കേസും കൂടി ഉണ്ട് നമുക്ക് ഈ ഗ്രോത്ത് ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നോക്കിക്കേ, ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽറ്റ്, അതായത് മിഡിൽ ഏജ്ഡ് പീപ്പിൾസിന് നമ്മളുടെ ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻസ് കൂടുതലാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ, എക്രോമെക്ലേ. ഓക്കെ, എക്രോമെക്ലേ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫിഗർമെന്റ്, അതായത് നോർമൽ പേഴ്സണെ പോലെ ആയിരിക്കില്ല അവരുടെ കണ്ടീഷൻസ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സം സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവര് നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് അഡൽട്ട് സ്റ്റേജിൽ ആ ഒരു ഹോർമോൺസിന്റെ വേരിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഹോർമോൺസ് കൂടുന്നു ഒരു കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അത് കാരണം തന്നെ അവരെന്ത് ചെയ്യുന്നു, പ്രീമെച്യൂർ ഡെത്ത് വരെ അവർക്ക് സംഭവിക്കാം. നേരത്തെ തന്നെ അവര് എന്ത് ചെയ്യാം, മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിനെ ഏർലിയർ ഡിറ്റക്ഷൻ ആണെങ്കിൽ മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് കുറച്ചു കാലങ്ങൾ വരെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കാനും അത്ര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഏർലിയർ സ്റ്റേജിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ മിഡിൽ ഏജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിചാരിച്ചു പോവും. പക്ഷെ ഓവർ സെക്രീഷൻ കാരണം ഉണ്ടാവുന്നതാണ് അക്രോമെക്ലേ. നോക്കി അവരുടെ കണ്ടോ, അവരുടെ സ്ട്രക്ചർ, അവരുടെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ട്. കണ്ടോ, അവരുടെ നോർമൽ പേഴ്സണേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അവരുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ അവരുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല. ആ ഒരു പീരീഡില് അവർക്ക് ബോഡിലി ചേഞ്ചസ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത ഗ്രോത്ത് ഹോർമോണിന്റെ വരുന്ന ഒരു കണ്ടീഷൻസ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓവർ സെക്രീഷൻ ആണെങ്കിൽ ജൈജാൻഡിസം,
അതുപോലെ തന്നെ അണ്ടർ സെക്രീഷൻ ആണെങ്കിൽ ഡ്വാർഫിസം, ദെൻ അതുപോലെ തന്നെ അഡൽട്ട് സ്റ്റേജിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് അക്രോമെഗലി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗ്രോത്ത് ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഗ്രോത്ത് ഹോർമോൺ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഹോർമോൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? പ്രൊലാക്റ്റിൻ ആണ് അല്ലെ, പ്രൊലാക്റ്റിൻ. അപ്പൊ നമുക്കറിയാം ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ ലാക്റ്റിൻ അല്ലെങ്കിൽ ലാക്ടോജൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികൾക്ക് അല്ലെ, മിൽക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലാക്റ്റിൻ ഒക്കെ പറയുന്നത്. സോ ദാറ്റ് ഈസ് റെഗുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക്. അപ്പൊ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സിനെയും അതുപോലെ തന്നെ മിൽക്കിന്റെ ഫോർമേഷനെയും സഹായിക്കുന്നു പ്രൊലാക്റ്റിൻ. ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മിൽക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടി കുറച്ച് ഹോർമോൺസിനെയും കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക, പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ മാമറി ഗ്ലാൻഡിന്റെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് മിൽക്കിന്റെ ഫോർമേഷന് സഹായിക്കുന്നതുമാണ് നമ്മുടെ ആരുടെ ഫംഗ്ഷൻ? പ്രൊലാക്റ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഹോർമോൺ കഴിഞ്ഞു, പ്രൊലാക്റ്റിൻ കഴിഞ്ഞു. Then next one is തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. ഞാൻ പറഞ്ഞിരുന്നു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ദാറ്റ് ഈസ് തൈറോയ്ഡ് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. തൈറോയ്ഡ് ഹോർമോൺസ് ഫ്രം ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ആളാണ് ആരാ? TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എവിടെ നിന്ന്? തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. ഫുൾ ഫോംസ് പഠിച്ചു വെക്കണേ. ഇനി അതെന്താ ചെയ്യുന്നത്? ACTH എന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആയിട്ടുള്ള എന്താ സ്റ്റിറോയിഡ് ഹോർമോണിന്റെ പേര്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. കണ്ടോ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോൺസിന് എന്ത് ചെയ്യാണ്? സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദി എവിടെന്നാ? അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. മക്കളെ നമുക്കറിയാം സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, പെപ്റ്റൈഡ് ഹോർമോൺസ് ഉണ്ട്, അങ്ങനെ കുറെ അധികം ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. നമ്മൾ വരും പഠിക്കും. അപ്പൊ നമുക്ക് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഹോർമോൺസ് ഏതൊക്കെയാണ് പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ലാത്തത് ഏതൊക്കെ, അങ്ങനെ കുറച്ച് എന്താ പറയാ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് പെപ്റ്റൈഡ് ഹോർമോൺസ് അതർ ദാൻ ഏതൊക്കെയാണ്, കുറെ ഹോർമോൺസിന്റെ പേര് തരും. അതിൽ സ്റ്റിറോയിഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പെപ്റ്റൈഡ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണം. അപ്പൊ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം സ്റ്റിറോയിഡ് ഏതൊക്കെയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നോക്കി വെക്കാം. ദാറ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് എന്ത് ഹോർമോൺ ആണ്? ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH എന്താണ്? സ്റ്റിറോയിഡ് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ദാറ്റ് ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് പാസ് ഡിസ്റ്റാലിസിനെ കുറിച്ചാണ് നമുക്ക് അടുത്തത് എന്താ പഠിക്കാനായിട്ടുള്ളത്? പാസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതിൽ നോക്കിയേ, ആരാണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണ്. നമ്മുടെ പാസ് ഡിസ്റ്റാലിസിന്റെ അടുത്ത ആള് വരുന്നത് ആരാണ്? നമ്മുടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള ആ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൽ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഗൊണാഡൽ ആക്ടിവിറ്റി ആണ് എന്ന് പറഞ്ഞു അല്ലെ. അത് മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറൻസ് ആണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. സോ മെയിൽസിലാണെങ്കിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? FSH അല്ലെ. FSHും അതുപോലെ തന്നെ ആൻഡ്രജൻസും ആണ് ശരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് FSHും ആൻഡ്രജൻസ് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻസിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല സ്പെർമാറ്റോജനസിസ് എന്നൊരു പ്രോസസ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്മുടെ മെയിൽസിൽ ഗൊണാഡൽ ആക്ടിവിറ്റിയിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ചെയ്യുന്നുണ്ട്, FSH ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പെർമാറ്റോജനസിസും കൂടി ഉണ്ട്. അതുപോലെ തന്നെ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജൻസിനെ റിലീസ് ചെയ്യുന്നു. ഇനി അടുത്ത നോക്കിയാൽ മക്കളെ മെയിൽസിന്റെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഫീമെയിൽസിന്റെ കേസ് ആണെങ്കിൽ FSH സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിൾസിനെ ഉണ്ടാക്കുക, അതായത് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻസ് ആണ് നമ്മളുടെ ഫീമെയിൽസിൽ ചെയ്യുന്നത്. ഓക്കെ, ഫീമെയിൽസിൽ ഒവേറിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഗൊണാഡ്സിന്റെ രണ്ട് കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞു. ഓക്കെ, മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും.
ഇനി അടുത്ത് നോക്കിയേ LH ലൂട്ടിനൈസിങ് ഹോർമോൺസും കൂടി ഉണ്ട്. എന്താണ് ലൂട്ടിനൈസിങ് ഹോർമോൺസ്? LH നമ്മുടെ ഗൊണാഡൽ ആക്ടിവിറ്റി ആണ്. മെയിൽസിന് നമ്മൾ പറഞ്ഞു ആൻഡ്രജൻസ് ഉണ്ടാക്കുന്നു. എവിടെ നിന്നാണ്? ടെസ്റ്റിസിൽ നിന്ന്. ആൻഡ്രജൻസ് സെക്രീഷൻ ചെയ്യുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിൽ ഇൻഡ്യൂസ് ഓവുലേഷന് ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അല്ലെ, നമുക്കറിയാം ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുവർ ആയിക്കഴിഞ്ഞാൽ, മെച്ചുവർഡ് ഫോളിക്കിളിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ ബേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം. ദാറ്റ് ഈസ് കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എന്താണ് ഹോർമോൺ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഓവുലേഷന് ഈ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഈ നമ്മളുടെ LH ലൂട്ടിനൈസിങ് ഹോർമോൺസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പാസ് ഇന്റർമീഡിയ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ, ഇവിടെ ഇന്റർമീഡിയ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ആളുടെ ഫംഗ്ഷൻ എന്താ? മെർജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞു ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാസ് ഡിസ്റ്റാലിസുമായിട്ട് മെർജ് ചെയ്ത് കിടക്കുന്ന ആളാണ്. ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാം. എന്ത് ഹോർമോണാണ്? MSH എന്ന് പറയുന്ന ഹോർമോണാണ്. ദാറ്റ് ഈസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെ. മെലനോസൈറ്റ് എന്നുള്ള പേരിൽ നിന്ന് നമുക്കറിയാം മെലാനിൻ എന്നൊരു പിഗ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മെലാനിൻ എന്ന പിഗ്മെന്റ് എന്തിനാ? സ്കിൻ പിഗ്മെന്റേഷൻ. സോ ദാറ്റ് ഈസ് ആ ഒരു മെലനോസൈറ്റ് എന്നുള്ളൊരു സംഭവം ഒരു സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ആരാണ്? ഈ പാസ് ഡിസ്റ്റാലിസ് മെലനോസൈറ്റ് റിലീസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ടു റെഗുലേറ്റ് ദി സ്കിൻ പിഗ്മെന്റേഷൻ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ പാസ് ഇന്റർമീഡിയ നടുക്കത്തെ ആളാണ്. എന്താ ചെയ്യുന്നത്? സ്കിൻ പിഗ്മെന്റേഷന് വേണ്ടി സഹായിക്കുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനുവേണ്ടി ഏത് ഹോർമോൺസിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? MSH ആണ്. മെലനോസൈറ്റ് റിലീസിങ് ഹോർമോണിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് അഡിനോ ഹൈപ്പോഫൈസിസ് കഴിഞ്ഞു. ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി അടുത്ത ആളാണ് നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെ. ന്യൂറോ ഹൈപ്പോഫൈസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിറ്റോക്സിനും വാസോപ്രസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ രണ്ട് ആൾക്കാരാണ് റിലീസ് ചെയ്യുന്നത്, രണ്ട് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അല്ല, ഒരാള് ഓക്സിറ്റോക്സിനും ഇനി ഒരാള് വാസോപ്രസിനും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഓക്സിറ്റോക്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? കോൺട്രാക്ട് ദ സ്മൂത്ത് മസിൽസ് അല്ലെ. സ്മൂത്ത് മസിൽസിനെ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. കോൺട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. എപ്പോഴാണ്? ഡ്യൂറിങ് പാർച്ചുറേഷന്റെ സമയത്തൊക്കെയാണ്, അതായത് ഡെലിവറിന്റെ സമയത്തൊക്കെ കൺട്രാക്ഷന് സഹായിക്കുന്നു. ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ഓക്കെ, ഈ ചൈൽഡ് ബർത്ത് ധാരാളം ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യണം. എന്തിനാ? കൺട്രാക്ഷൻ ഓഫ് ദി സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. ഇവിടെ നോക്കിയ മക്കളെ, ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് മിൽക്ക് ഇജക്ഷൻ ആണ്. നമ്മൾ പ്രൊലാക്റ്റിൻ എന്താ പറഞ്ഞത്? പ്രൊലാക്റ്റിൻ മിൽക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്, പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഇവിടെ എന്താ? ഓക്സിറ്റോക്സിൻ ഒരു പരിധിവരെ മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്നുണ്ട്. മാമറി ഗ്ലാൻഡിന് മിൽക്ക് ഇജക്ഷൻ. അപ്പൊ ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കണം. മിൽക്ക് ഇജക്ഷന് ഏത് ഹോർമോൺ ആണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് ജസ്റ്റ് കൺട്രാക്ഷൻ ഓഫ് ദ മസിൽ മാത്രമാണ് എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ പോവാ. അല്ല, ഈ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കാം. മിൽക്ക് ഇജക്ഷന്റെ ഒരു കാര്യത്തിനും കൂടി ആര് സഹായിക്കുന്നുണ്ട്? ഓക്സിറ്റോക്സിൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് നമുക്കറിയാം ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഒരു ആളുടെ അടുത്ത ഹോർമോൺ ആയിട്ടുള്ള ആരാണ്? വാസോപ്രസിൻ എന്നുള്ളൊരു ഹോർമോൺ, അല്ലെങ്കിൽ അവരുടെ വേറൊരു പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആന്റി ഡയബറ്റിക് ഹോർമോൺ എന്നും കൂടി നമ്മൾ അവരെ അറിയപ്പെടും. ADH എന്നുള്ള ഒരു പേരും കൂടി നമ്മൾ അവരിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. വാസോപ്രസിന്റെ ADH എന്നുള്ളൊരു പേരും കൂടി പഠിച്ചിട്ടുണ്ട്. യെസ്, നോക്കിക്കോ അവരുടെ ഫംഗ്ഷൻ എന്താണ് നോക്കാം. Stimulate reabsorption of water and electrolytes by DCT. എന്താ മക്കളെ DCT? എവിടെയെങ്കിലും കേട്ട് ഓർമ്മയുണ്ടോ? DCT എന്താണ്? Distal convoluted tubule. Yes, distal convoluted tubule. എവിടെയുള്ളതാ? നമുക്കറിയാം നമ്മുടെ കിഡ്നി, നെഫ്രോൺസ്. കിഡ്നിയുടെ നെഫ്രോൺസിൽ കാണാൻ പറ്റുന്നതാണ്. സോ
reabsorption of water and electrolytes by distal convoluted tubule of kidney and thereby reduce diuresis. Diuresis എന്ന് പറഞ്ഞു കഴിഞ്ഞാല് loss of water through urine, excess ആയിട്ടുള്ള loss of water ആണ്, excess loss of water through urine ആണ് diuresis എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യുന്നു, അമിതമായിട്ടുള്ള വാട്ടർ ലോസ് ആണ് നടക്കുന്നത് എങ്കിൽ ആ വാട്ടർ ലോസിന് എന്ത് ചെയ്യുന്നത്, റീഅബ്സോർപ്ഷൻ എന്നുള്ളൊരു പർപ്പസിനാണ് നമ്മൾ ഏത് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്, ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, ഡെഫിഷ്യൻസി ഓഫ് ADH ആണെങ്കിൽ results in diminished ability of the kidney to conserve water, leading to water loss and dehydration. അപ്പൊ നമുക്ക് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന് കണ്ടീഷൻ എന്താ, ADH-ന്റെ വളരെയധികം കുറവ് കാരണമാണ്, ADH-ന്റെ ഡെഫിഷ്യൻസി കാരണമാണ് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും, വെള്ളത്തിന്റെ അംശം ഇല്ലാത്തൊരു കണ്ടീഷൻ വരും. ദാറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്ന ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ആ ഡീഹൈഡ്രേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് എത്തുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്. നമ്മൾ ആ മെലിറ്റസ് ഇനി പഠിക്കും. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് വാട്ടർ ലോസ് സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതായത് ഡയൂറിസിസ് എന്നുള്ളൊരു കണ്ടീഷനിലൂടെ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ്, ഡിസീസാണ് നമ്മൾ പറയാം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വാസോപ്രസിന്റെ മെയിൻ ഫംഗ്ഷൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടറും ഇലക്ട്രോലൈറ്റ്സിന്റെയും റീഅബ്സോർപ്ഷൻ നടത്തുക എന്നുള്ളതാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിന്റെ ഫംഗ്ഷൻ. അത് ഇല്ല, മീൻസ് ADH-ന്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ റീഅബ്സോർപ്ഷൻ നടക്കില്ല, നമ്മളുടെ വാട്ടർ കൺസേർവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വാട്ടർ കൺസേർവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നു, ഡീഹൈഡ്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വരുന്നു. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അവർ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടാവും, പക്ഷേ എങ്കിലും അവരുടെ വെള്ളം എന്താണ്, യൂറിനിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് കണ്ടീഷൻ അവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. എന്നിട്ട് അവരിൽ എന്ത് സംഭവിക്കാം, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തുന്നു. സോ വാസോപ്രസിൻ ഓർ ADH-ന്റെ ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ അടുത്തൊരു ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരായിരിക്കും, പിനിയൽ ഗ്ലാൻഡ്. പിനിയൽ ഗ്ലാൻഡ് എവിടെയാ മക്കളെ ലൊക്കേറ്റഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ദി ഫോർ ബ്രെയിൻ. നോട്ട് ദ പോയിന്റ്. എന്താണ് ഡോർസൽ സൈഡ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വെൻട്രൽ സൈഡ് എന്ന് തരാം. അപ്പൊ നമ്മൾ ലൊക്കേറ്റഡ് ഓൺ പെട്ടെന്ന് വായിക്കുമ്പോൾ ലൊക്കേറ്റഡ് ഓൺ വെൻട്രൽ സൈഡ് ഓഫ് ബ്രെയിൻ, നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പഠിച്ചത് നമുക്ക് തോന്നിപ്പോകും. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാം, തെറ്റിക്കുക. സോ ഡോർസൽ ആണോ വെൻട്രൽ ആണോ, അതുപോലെ തന്നെ എന്താ പറയാ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമുക്ക് വിട്ടുപോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അനാബോളിസം, മെറ്റാബോളിസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പോൾ ലൊക്കേറ്റഡ് ഓൺ എവിടെയാണ്, ഡോർസൽ സൈഡ് ഓഫ് ദ ബ്രെയിനിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഫോർ ബ്രെയിനിൽ ഡോർസൽ സൈഡിലായിട്ടാണ് നമ്മുടെ പിനിയൽ ഗ്ലാൻഡ് കാണുന്നത്. അതുപോലെ തന്നെ സെക്രീറ്റ് ദ ഹോർമോൺ. ഏത് ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാരിൽ മെലാറ്റോണിൻ ഫുൾ ടൈം ഉണ്ടാവും അല്ലെ. മെലാറ്റോണിൻ ഫുൾ ടൈം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം മെലാറ്റോണിൻ എന്ന് പറയുന്നത് എന്താ, ഡേ ആൻഡ് നൈറ്റ് റിതം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡേ ആൻഡ് നൈറ്റ് റിതം ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണരണം, രാത്രി ഉറങ്ങണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പൊ ഈ മെലാറ്റോണിൻ കൂടുതലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഫുൾ ടൈം ഉറങ്ങുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, മെലാറ്റോണിൻ കുറെ ഉണ്ടാവും എന്നല്ല. പക്ഷെ അവരിൽ എന്താണ്, മെലാറ്റോണിൻ ഫുൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് എന്ന് മീൻ ചെയ്തുള്ളൂ. അത് അങ്ങനെയാണെന്നല്ല, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ മെലാറ്റോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours റിതം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ റിതം എന്ന് അറിയപ്പെടുന്നത് ആരാണ്, ഏത് ഹോർമോണാണ്, മെലാറ്റോണിൻ ആണ്. അതായത് നമ്മുടെ എപ്പോഴും ഉറങ്ങണം. അതുപോലെ തന്നെ മെലാറ്റോണിൻ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഉറക്കം വരുന്നത്, ചെറുതായിട്ട് ഉറക്കം വരുന്നത്. നമുക്കറിയാം, നമുക്ക് 10 മണി അല്ലെങ്കിൽ 9 മണി റെഗുലർ ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈമിംഗിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മെലാറ്റോണിൻ പതിയെ റിലീസ് ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് ഉറക്കം വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മുടെ പിനിയൽ ഗ്ലാൻഡ് എവിടെയാണ് അറിയാം, നോക്കിയ ബ്രെയിനിന്റെ ഈ ഒരു റീജിയനിലായിട്ടാണ് നമുക്ക് പിനിയൽ ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. പിനിയൽ ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് ഈസ് എ
24-hour rhythm of the body, day and night rhythm എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾ അല്ലെ, വേക്കപ്പും സ്ലീപ്പിന്റെയും സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇനി മെലാട്ടോണിൻ, ഇത് മാത്രമല്ല കുറച്ചധികം ഫങ്ഷൻസും കൂടി മെലാട്ടോണിൻ ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരു പങ്ക് മെലാട്ടോണിൻ ഉണ്ട്. ദെൻ മെറ്റാബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുക, ദെൻ പിഗ്മെന്റേഷൻ, മെനിസ്ട്രൽ സൈക്കിൾ, അതുപോലെ തന്നെ ഡിഫൻസ് കേപ്പബിലിറ്റി, ഇതൊക്കെ ഈ ഒരു ഫങ്ഷൻസും കൂടി മെലാട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാം, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, മെറ്റാബോളിസം, സ്കിൻ പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ മെനിസ്ട്രൽ സൈക്കിൾ, ഡിഫൻസ് കേപ്പബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെലാട്ടോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ പിനിയൽ ഗ്ലാൻഡ്, മെലാട്ടോണിൻ, ഇത്രയും ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ മാം. Okay. Prolactin is secreted by പാർസ് ഡിസ്റ്റാലിസ്. പാർസ് ഡിസ്റ്റാലിസ് ആണോ? ഞാൻ ഓപ്ഷൻ തരാം. ഓവറി ആണോ, അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡ് ആണോ? എംസിന് എഴുതിയിട്ടുള്ളൂ മാമറി ഗ്ലാൻഡ്. ദെൻ എഡിനോ ഹൈപ്പോഫൈസിസ്. എഡിനോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് Yes, miss. യെസ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഹൈപ്പോതലാമിക് ഹോർമോൺസ് റീച്ച് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, ഹൈപ്പോതലാമിക് ഹോർമോൺ റീച്ച് posterior pituitary through ഇൻഫണ്ടിബുലം. axon, portal vein, duct, artery. Any idea? ഹൈപ്പോതലാമിക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രക്ചറും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ന്യൂക്ലിയൈ ഉണ്ട്, ഈ ന്യൂക്ലിയയിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മക്കളെ, ഒരു ഈ ലോങ്സ്റ്റ് പാർട്ടിന് എന്താ പറയാ? ആക്സോൺ. ആക്സോൺ. ഓക്കെ, സോ ദാറ്റ് ആക്സോൺ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ ഒരു സാധനം, ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂറോൺ അല്ലെങ്കിൽ ഈ ഒരു ന്യൂക്ലിയൈ പ്രസന്റ് ആണ്, ഈ ന്യൂക്ലിയയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്യണം, കണക്ട് ചെയ്യാൻ പറ്റണം, ദാറ്റ് ഈസ് ആക്സോൺ ആണെന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പോർഷൻസ് ക്ലിയർ ആണോ? Clear ആണ് മാം. യെസ്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ഗ്ലാൻഡ് ആയിട്ടുള്ള ആരാണ്, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് പോവാം. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ്? നമ്മളിപ്പോ പഠിച്ചത് തലയുടെ ഭാഗം എല്ലാം നമ്മളിപ്പോ എന്ത് ചെയ്തു? ക്ലിയർ ആയിട്ട് പഠിച്ചു പോയി അല്ലെ? തലയുടെ ഭാഗമൊക്കെ പഠിച്ചു. ആരാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഹോർമോൺസ് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ വ്യക്തമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിനിയൽ ഗ്ലാൻഡ് പഠിച്ചു അല്ലെ? അത് കഴിഞ്ഞ് ഇനി നമ്മൾ എവിടെ എത്തി? നെക്കിന്റെ റീജിയനിലെത്തി. നെക്കിന്റെ റീജിയനിലാണ് നമ്മുടെ ആരുള്ളത്? തൈറോയ്ഡ് ഗ്ലാൻഡ്, ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് അല്ലെ? ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആരാ? തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് എന്നുള്ളത് നോക്കാം. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് നമ്മൾ പറഞ്ഞു. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നോക്കിയാൽ മക്കളെ, ഈ ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 2 ലോബ്സ് കാണാൻ പറ്റും. കണ്ടോ? തൈറോയ്ഡ് ഗ്ലാൻഡില് 2 ലോബ്സ്, ഇതാ ഇവിടെ ഒരു ലോബ് ഉണ്ട്, ഇവിടെ ഒരു ലോബ് ഉണ്ട്. 2 ലോബ്സ് ആണ് കാണാൻ പറ്റുന്നത്. ഐദർ സൈഡ് ഓഫ് ദി ട്രക്കിയ, ട്രക്കിയന്റെ 2 വശങ്ങളിലായിട്ട് 2 ലോബ്സ് കാണാൻ പറ്റുന്നുണ്ട്. ട്രക്കിയ എന്താ മക്കളെ? ട്രക്കിയ വിൻഡ് പൈപ്പ് അല്ലെ? വിൻഡ് പൈപ്പിന്റെ 2 വശത്തായിട്ട് 2 ലോബ്സ് ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്.
ആ ലോബ്സിനെ ഇന്റർ കണക്ട് ചെയ്ത് നോക്കിയ 2 ലോബ്സ്, അപ്പൊ ഇതൊരു ലോബാണെന്ന് പറഞ്ഞു, ഇതൊരു ലോബാണെന്ന് പറഞ്ഞു. ഈ ലോബിന് രണ്ടിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയൻ കണ്ടോ, ഈ ഒരു റീജിയൻ ആണ് നമ്മളുടെ എന്താണ് വിളിക്കുന്നത്, ആ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇസ്തുമസ് എന്ന് വിളിക്കുന്നു. ഇസ്തുമസ് ദാറ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസ് ഉള്ള ഈ 2 ലോബുകളിനെയും കണക്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്, ദാറ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂസ് ഉള്ള ഒരു റീജിയൻ ആണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൈറോയ്ഡ് ഗ്ലാൻഡില് കുറെ അധികം ഫോളിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. ഫോളിക്കിൾസും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസ്, കുറെ അധികം കുഞ്ഞു കുഞ്ഞു തരികൾ പോലെ കാണാനും പറ്റും. അതുപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസും കൂടി നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. 2 ലോബ്സ് കാണാൻ പറ്റുന്നു. ഈ 2 ലോബ്സിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ആ കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇസ്തുമസ് എന്നാണ് ആ കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡില് കുറെ അധികം എന്തുണ്ട്, ഫോളിക്കിൾസ് ഉണ്ട്, കുറെ അധികം ഫോളിക്കിൾസ് ഉണ്ട്. ആ ഫോളിക്കിൾസ് മാത്രമല്ല, പിന്നെ എന്തും കൂടി ഉണ്ട്, സ്ട്രോമൽ ടിഷ്യൂസും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് നമുക്കറിയാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഫോളിക്കിൾസ് ഉണ്ട്, സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ. ഈ ഫോളിക്കുലർ സെൽസ് ഒരു തരത്തിലുള്ള ഫോളിക്കിൾസ് ഉണ്ട്. ആ ഫോളിക്കിൾസിൽ കുറെ അധികം സെൽസ് ഉണ്ട്. ആ ഫോളിക്കുലർ സെൽസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഹോർമോൺസിന് ഉത്പാദിപ്പിക്കും. ആ ഹോർമോൺസ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ആരൊക്കെയാണ്? തൈറോക്സിൻ, ടെട്രാ ഐഡോ അത് തൈറോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് 2 ടൈപ്സിലുണ്ട്. ഒന്ന് ടെട്രാ ഐഡോ തൈറോക്സിനും T4, ടെട്രാ ഐഡോ തൈറോക്സിനും, അതുപോലെ തന്നെ ട്രൈ ഐഡോ തൈറോക്സിനും T3. ടെട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് 4 അല്ലെ, ടെട്രാ 4 എന്നുള്ളത് നമുക്കറിയാം. സോ തൈറോക്സിൻ, ടെട്രാ ഐഡോ തൈറോക്സിനും, ടെട്രാ ഐഡോ തൈറോണിനും, അതുപോലെ തന്നെ ട്രൈ ഐഡോ തൈറോണിൻ, അങ്ങനെ 2 തരത്തിലുണ്ട്. T4 ആൻഡ് T3 സെൽസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് മാത്രം പോരാ, നമുക്ക് വേറൊരു കാര്യം കൂടി വേണം. അയഡിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമുക്ക് എസെൻഷ്യൽ ആണ്. അയഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ റേറ്റ് ഓഫ് ഹോർമോൺ സിന്തസിസിന്. അയഡിൻ വളരെ ഹോർമോൺ സിന്തസിസിന് അയഡിൻ വേണം, നോർമലി അയഡിൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കൊരു അസുഖം വരും. എന്താ മക്കളെ, അറിയോ ആർക്കെങ്കിലും? ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം നമുക്ക് അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ നോർമൽ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുള്ളൂ. സോ തൈറോക്സിൻ, ടെട്രാ ഐഡോ തൈറോണിനും ട്രൈ ഐഡോ തൈറോണിനും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ബേസൽ മെറ്റാബോളിക് റേറ്റ്, BMR എന്ന് പറയുന്ന സംഭവം അല്ലെ, ബേസൽ മെറ്റാബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. അപ്പൊ ഈ 2 ആൾക്കാരും T3 ആണെങ്കിലും T4 ആണെങ്കിലും 2 പേരും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ആൾക്കാരും ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് കുറെ ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റാബോളിക് റേറ്റിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തായിരിക്കും, ശരിക്കും നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സെക്ഷൽ ഡെവലപ്മെന്റ്, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് RBCയുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട്. RBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, മെയിൻ്റെനൻസ് വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും ബാലൻസിന് സഹായിക്കുന്നുണ്ട്. വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ തൈറോയ്ഡ് ഹോർമോൺസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേട്ട് വരുന്നുണ്ട് അല്ലെ, കുറെ ആൾക്കാർ പറയും തൈറോയ്ഡ് ഉണ്ട് എന്ന് പറയും. പക്ഷെ തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്രീഷൻസ് ആണ്, ഹൈപ്പറും ഹൈപ്പോ സെക്രീഷൻ ഓഫ് ദി
These two hormones, T4 and T3 hormones in the hyper secretion, it is dangerous ആണ്. അതുപോലെ തന്നെ ഹൈപ്പോ സെക്രീഷൻസും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ എന്തൊക്കെയാണ് BMR വേരിയേഷൻസ് വരും, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിനെ അഫക്ട് ചെയ്യും. ദെൻ RBC പ്രൊഡക്ഷൻ, എറിത്രോപോയിസിസ് എന്നൊരു കണ്ടീഷൻ ആണ്, അതിൽ പ്രോബ്ലംസ് വരും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ വാട്ടറും അതുപോലെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിന്റെയും ബാലൻസിലും നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ചെറുതായിട്ടുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ T3 T4ന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇപ്പൊ ഇത്ര നോക്കിയത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അയഡിന്റെ കാര്യം ഓർത്തു വെക്കുക. അയഡിന്റെ കാര്യം വളരെ, ഈ ഒരു തൈറോയ്ഡ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതും കൂടി നന്നായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഫിസിക്കൽ ബേസൽ മെറ്റാബോളിക് റേറ്റ് പറഞ്ഞു, ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റ്, സപ്പോർട്ട് RBC ഫോർമേഷൻ, അതുപോലെ തന്നെ മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ്, അതിന്റെ കൂടെ തന്നെ ആരൊക്കെയുണ്ട്, പ്രോട്ടീൻസിന്റെയും ഫാറ്റ്സിന്റെയും കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഇത്രയും കാര്യങ്ങൾക്ക് ആര് സഹായിക്കുന്നുണ്ട്, ആര് മെയിൻ ആയിട്ട് വേണ്ട വരുന്നുണ്ട്, അതിന്റെ T3 ആൻഡ് T4 ഹോർമോൺസ് വളരെ എസെൻഷ്യൽ ആണ്. ഇതില് ഈ തൈറോക്സിൻ അല്ലെങ്കിൽ T4ല് T3ല് ഹൈപ്പറും ഹൈപ്പോയും ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ കൂടിയാലും കുറഞ്ഞാലും കുറെ അധികം ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, എന്തൊക്കെയായിരിക്കും അത് വരിക, ഹൈപ്പർ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും, ഹൈപ്പോ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വെക്കുക. അത് എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു കണ്ടീഷൻ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു 2 minutes അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഓക്കെ മക്കളെ, ചിന്തിച്ചോ, എന്തൊക്കെയാണെന്ന് നോക്കിയാ? നോക്കിയോ, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കേസ് നോക്കിയോ? Yes, miss. യെസ്. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂടുതലാണോ കുറവാണോ? കുറവ്. ഡെഫിഷ്യൻസി അല്ലേ? ഡെഫിഷ്യൻസിയോ എന്തായിരിക്കും? ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ആണ് അല്ലെ? അയോഡിൻ ആണ് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ എന്തായിരിക്കും? എൻലാർജ്മെന്റ് ഓഫ്
തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണെന്ന് നമുക്കിപ്പോ അറിയാം അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യണമെന്ന് നമുക്കിപ്പോ നന്നായിട്ട് അറിയാം. സോ എൻലാർജ്മെന്റ് ആയി അങ്ങനത്തെ ഒരു കണ്ടീഷൻ എത്തി. എൻലാർജ്മെന്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ്, അതിനെയാണ് മക്കളെ നമ്മൾ പറയണ ഗോയിറ്റർ എന്ന് പറയുന്നത്. എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ഗോയിറ്റർ. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു അസുഖം, ദാറ്റ് ഈസ് ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു അസുഖം പറഞ്ഞു, തൈറോയിഡിസം കാരണം. ഇനി അടുത്തൊരു കണ്ടീഷൻ ആണ് നമ്മളുടെ ക്രിട്ടിനിസം. ക്രിട്ടിനിസം എന്ന് പറയുന്നത് അടുത്തൊരു കണ്ടീഷൻ ആണ്. അത് എപ്പോഴാണ് നമ്മളുടെ ഏതൊരു കണ്ടീഷനിലാണ് ഈ ക്രിട്ടിനിസം ഉണ്ടാവുന്നത്, ഈ ഹൈപ്പോതൈറോയിഡിസം എപ്പോൾ കാണുമ്പോഴാണ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഡ്യൂറിംഗ് പ്രഗ്നൻസി. യെസ്, വെരി ഗുഡ്. ഡ്യൂറിംഗ് പ്രഗ്നൻസി സ്റ്റേജിലാണ് ഹൈപ്പോതൈറോയിഡിസം. ഡ്യൂറിംഗ് പ്രഗ്നൻസി സ്റ്റേജിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ കുട്ടിന്റെ പ്രഗ്നൻസി ടൈമില് എന്ത് ചെയ്യുന്നു, ആ ബേബിനെ അഫക്ട് ചെയ്യുന്നു, ബേബിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ, അഫക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ബേബി. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിട്ടിനിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ബേബിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മക്കളെ, എന്തൊക്കെ സംഭവിക്കും ആ ബേബിക്ക്? ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെ, സ്റ്റണ്ടഡ് ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നടക്കില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. ദെൻ മെന്റൽ റിട്ടാർഡേഷൻ സംഭവിക്കും, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ലോ ഇന്റലിജന്റ് കോഷൻ, IQ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ സ്കിൻ ആയിരിക്കും, അത് നോർമൽ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഡെഫ് ആൻഡ് മ്യൂട്ടിസം അല്ലെങ്കിൽ ഡെഫ് മ്യൂട്ടിസം. എന്താ ഡെഫ് മ്യൂട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെഫ് മ്യൂട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷിയില്ലാതാവുക, കേൾക്കാനും സംസാരിക്കാനൊന്നും പറ്റില്ല, ആ ഒരു കണ്ടീഷനാണ് ഡെഫ് ആൻഡ് മ്യൂട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് ഉണ്ടാവുന്നത് അല്ലെ. ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് വരുന്നതാണ് ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. അയോഡിന്റെ കാരണം കൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം കുറവാണ്. അതുപോലെ തന്നെ എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് നന്നായിട്ട് എൻലാർജ് ചെയ്യുന്നു. ആ കണ്ടീഷനെ നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. ഗോയിറ്റർ മാത്രമല്ല, പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ടാവാം. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ക്രിട്ടിനിസം എന്ന് നമ്മൾ പറയുന്നു. ആ ക്രിട്ടിനിസം എന്താണ്? ക്രിട്ടിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം എപ്പോഴുണ്ടാവുന്നു? ഡ്യൂറിംഗ് പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാവുന്നു. ദാറ്റ് കണ്ടീഷനെയാണ് ക്രിട്ടിനിസം എന്ന് പറയുന്നത്. ക്രിട്ടിനിസം ആരിനെ അഫക്ട് ചെയ്യുന്നു? ബേബിനെയാണ് അല്ലെ. ആ ഡെവലപ്മെന്റ് പ്രഗ്നൻസി ടൈമില് ദാറ്റ് അഫക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബേബിയാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ആ ബേബിക്ക് സംഭവിക്കുന്നത്? സ്റ്റണ്ടഡ് ഗ്രോത്ത്, പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല, മെന്റൽ റിട്ടാർഡേഷൻ, അതുപോലെ തന്നെ ലോ IQ, അബ്നോർമൽ സ്കിൻ, ഡെഫ് മ്യൂട്ടിസം. ഇത്രയും കണ്ടീഷനാണ് നമ്മളുടെ ഹൈപ്പോതൈറോയിഡിസം കാരണം നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരായിരുന്നു? ഹൈപ്പർ തൈറോയിഡിസം അല്ലെ മക്കളെ, ഹൈപ്പർ തൈറോയിഡിസം. അപ്പൊ ഹൈപ്പോ പറഞ്ഞത് കൊണ്ട് നമുക്കറിയാം ഹൈപ്പർ എന്താണ്. ഹൈപ്പർ എന്തായിരിക്കും? ഇൻക്രീസിങ്. യെസ് അല്ലെ, abnormal increase ABന്ന് എഴുതിയിട്ടുള്ളൂ, abnormal increase of thyroid hormone അല്ലെ. തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫിസിയോളജിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി ഫിസിയോളജിനെ കംപ്ലീറ്റ്ലി എഫക്ട് ചെയ്യും. ബോഡി ഫിസിയോളജിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും? എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഹൈപ്പർ തൈറോയിഡിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം എങ്ങനെയാണ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മളുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡില് ചെറിയ നൊഡ്യൂൾസ് ഫോം ചെയ്യും. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡില് ചെറിയ നൊഡ്യൂൾസ് ഉണ്ടാവും. അല്ലെങ്കിലോ ക്യാൻസർ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡില് ക്യാൻസർ കാരണം നമുക്ക് എന്തുണ്ടാവും? എക്സസ് കൂടുതലായിട്ടുണ്ടാവാം. അപ്പൊ നൊഡ്യൂൾസ് ആണ് ആദ്യത്തെ ഒരു സംഭവം, നൊഡ്യൂൾസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും ചിന്തിക്കും തൈറോയ്ഡ് എന്നുള്ള ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ ആണോ? എന്നല്ല. ഈ നൊഡ്യൂൾസ് കാരണവും നമുക്ക് എന്തുണ്ടാവും? ചെറിയ നൊഡ്യൂൾസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വരാം? ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്
ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ ബോഡിയിൽ? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് നമ്മുടെ എക്സോപ്താൽമിക് ഗോയിച്ചർ അല്ലെ. എക്സോപ്താൽമിക് ഗോയിച്ചർ അതിന്റെ ഇതുണ്ട്, പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താ മക്കളെ? ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ് എപ്പോഴും നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ഗ്രേവ്സ് ഡിസീസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഗ്രേവ്സ് ഡിസീസ് നന്നായിട്ട് നോക്കി വെക്കുക. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം കാരണം ഉണ്ടാവുന്നതാണ്. ദാറ്റ് ഈസ് എക്സോപ്താൽമിക് ഗോയിച്ചർ ആണ്. നമുക്ക് ഇതും അറിയാം, നമ്മുടെ ഇവിടെയും എന്ത് സംഭവിക്കാം? എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു, എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതുപോലെ തന്നെ ഇനി അടുത്തത് എന്താ പറയാ? അവരുടെ ഐബോൾസ് അല്ലെ, പ്രൊട്രൂട്ടിങ് ഐബോൾസ് നന്നായിട്ട് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെ. ഐബോൾസിന്റെ കേസ്, ഐബോൾസ് നന്നായിട്ട് പ്രൊട്രൂട്ട് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷൻ. അതുപോലെ തന്നെ ബി എം ആർ നമ്മൾ പറഞ്ഞു, ബി എം ആർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, അവരാണ് വെയിറ്റ് ലോസ്, എന്താ പറയാ, തീരെ ക്ഷീണിച്ചു പോകുന്നത്, വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഇൻക്രീസ് ഓഫ് ദി തൈറോയ്ഡ് ഹോർമോൺസിന്റെ കൂടുതൽ കാരണമാണ്. അത് കാരണം നമ്മുടെ ബോഡി ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. എങ്ങനെയാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നു, ഓർ ക്യാൻസർ ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ് എക്സോപ്താൽമിക് ഗോയിച്ചർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ്ഡ് ആവുന്നു, ഐബോൾസ് പ്രൊട്രൂട്ട് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, ബി എം ആർ കൂടുന്നു, വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസം കാരണം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് TCT എന്ന് പറയുന്നത് ഈ തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട് അല്ലെ. T3 T4 അതുപോലെ തന്നെ തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരാളും കൂടി. നമ്മൾ T3 T4 ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായി അല്ലെ. T3 T4 കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കൂടാതെ തന്നെ നമുക്ക് ആരും കൂടി ഉണ്ട്? തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരാളും കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പ്രോട്ടീൻ ഹോർമോൺ, പെപ്റ്റൈഡ് ഹോർമോൺ. ഓക്കെ, പെപ്റ്റൈഡ് ഹോർമോൺ, പ്രോട്ടീൻ ഹോർമോൺ ആണ്. ആരാ? നമ്മുടെ തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ്. ഈ തൈറോയ്ഡ് കാൽസിറ്റോണിൻ എന്താ ചെയ്തത്? ഇറ്റ് റെഗുലേറ്റ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. നമ്മുടെ ബ്ലഡിലുള്ള കാൽഷ്യത്തിന്റെ ലെവല് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു, റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് നമ്മളുടെ ആരുടെ ഫംഗ്ഷൻ? ഈ TCTയുടെ ഫംഗ്ഷൻ അതാണ്. ഇപ്പൊ നമുക്ക് നോക്കിയേ, എവിടെ നോക്കിയേ? തൈറോയ്ഡ് റിലീസ് കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാൽസിറ്റോണിൻ റിലീസ് ചെയ്തു. അത് എന്ത് ചെയ്യുന്നു? ഈ കാൽസിറ്റോണിനെ സ്റ്റിമുലേറ്റ് കാൽഷ്യം ഡെപ്പോസിറ്റ് ഇൻ ബോൺ. കാൽഷ്യം കൂടുതലായിട്ട് ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ് കാൽഷ്യം അപ്ടേക്ക് ബൈ കിഡ്നി എന്ത് ചെയ്യുന്നു? കാൽഷ്യം പ്രോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, അപ്ടേക്ക് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കാൽഷ്യം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാലാണ് ദീസ് കണ്ടീഷൻസ്. കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് റിലീസ് കാൽസിറ്റോണിൻ. കാൽഷ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ തൈറോയ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്നു. ആ കാൽസിറ്റോണിൻ ആരെടുക്കുന്നു? നമ്മുടെ കാൽഷ്യം കൂടുതലായിട്ട് ബോൺസ് എടുക്കുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ് കാൽഷ്യം അപ്ടേക്ക്. അപ്പൊ ബോൺ കംപ്ലീറ്റ് ബോണും എന്താ പറയുക, നമ്മുടെ കാൽഷ്യംസ് ഒക്കെ എടുക്കുന്നു. അതുപോലെ തന്നെ കിഡ്നി എന്ത് ചെയ്യുന്നു? കിഡ്നി കാൽഷ്യം എടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയ കാൽഷ്യം നമ്മുടെ ബോണിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കിഡ്നി കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് തൈറോയിഡിന്റെ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട്, പാരാതൈറോയ്ഡ് ഹോർമോണും കൂടി ഉണ്ട്. അപ്പൊ ആ പാരാതൈറോയ്ഡ് പഠിക്കുമ്പോൾ നമുക്ക് ഇതും കൂടി പഠിക്കാം. പാരാതൈറോയ്ഡ് ഹോർമോൺസ് എന്താണ്? കാൽഷ്യത്തിന്റെ ലെവൽ കുറയ്ക്കും. കാൽഷ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിയുമ്പോഴാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കാൽഷ്യത്തിന്റെ അപ്ടേക്ക് നമ്മൾ പറഞ്ഞു. കാൽസിറ്റോണിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം എന്താ പറയാ കൂടി വരുന്നു. കുറഞ്ഞു കഴിയുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ അതിനെ എന്ത് ചെയ്യുന്നു? നോർമൽ ആക്കി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോൺസിലുള്ള കാൽഷ്യം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കിഡ്നി എന്താ പറയാ കിഡ്നി കാൽഷ്യം അപ്ടേക്ക് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യണു. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ കാൽഷ്യം അപ്ടേക്ക് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ D അവിടെ ആക്റ്റീവ് ആകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ
നമ്മുടെ ജസ്റ്റ് ഇത് എന്താണ് ഒരു കാൽസിറ്റോണിന്റെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. കാൽസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അതുപോലെ തന്നെ പാരാതൈറോയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഫ്ലോ ചാർട്ട് നമുക്ക് NCERT അങ്ങനെ തന്നിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തന്നേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് കാൽസ്യത്തിന്റെ കേസ്. നമ്മൾ പിന്നെ അയഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ തൈറോയ്ഡ് സിന്തസിസ്, തൈറോയ്ഡ് ഹോർമോണിന്റെ സിന്തസിസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അയഡിൻ എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസി. ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടോ, നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തു. അതുപോലെ തന്നെ കണ്ടോ ഇവരിലൊക്കെ ആ ഒരു മാറ്റങ്ങൾ ഉണ്ട് അല്ലെ. അവരുടെ ഗ്രോത്ത്, ക്രിറ്റിനിസം, അതേപോലെ മെന്റൽ റിട്ടാർഡേഷൻ, ഇന്റലിജൻസ്, അബ്നോർമൽ സ്കിൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ഇവരിൽ കണ്ടുവരുന്നത്. അപ്പൊ അയഡിൻ റിച്ച് ഫുഡ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈപ്പോതൈറോയിഡിസം, ഗോയിറ്റർ ഉണ്ടായി കഴിഞ്ഞാലുള്ള കണ്ടീഷൻസ്. ഇനി അടുത്ത് നോക്കിയാൽ ഹൈപ്പർ തൈറോയിഡിസം. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ കുറെ അധികം എന്തുണ്ടാവുന്നു, നൊഡ്യൂൾസ് ഉണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടായി അല്ലെ. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇതുപോലെ ആയിരിക്കും. അത് എടുത്തു കഴിഞ്ഞാല് അതെന്താണെന്ന് നോക്കിയാൽ ക്യാൻസർ നൊഡ്യൂൾസ് ആണ്. നമുക്ക് ഇങ്ങനെ പിക്ചർ എടുത്ത് വെച്ചിട്ടുള്ള ക്യാൻസർ നൊഡ്യൂൾസ് കണ്ടോ, ഇതാണ് നൊഡ്യൂൾസ്. ഈ നൊഡ്യൂൾസ് ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് എന്ത് കൂടിക്കൂടി വരും, ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസ് കൂടിക്കൂടി വരും. കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇനി അടുത്ത് നോക്കിയേ, എന്താണ് എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻസ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞു. അത് എന്താണ്, എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് മാത്രമല്ല, പ്രൊട്രൂഷൻ ഓഫ് ദി ഐബോൾസ്, BMR കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ ദാറ്റ് കണ്ടീഷൻസ് അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ പിക്ചർ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, കിട്ടിയില്ലേ മക്കളെ? യെസ് മിസ്. ഓക്കെ മിസ്. ഓക്കെ, ഇനി നമുക്ക് തൈറോയിഡിന്റെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പാരാതൈറോയിഡ്. ജസ്റ്റ് ആ പേര് മാത്രമേ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നോക്കാം നമുക്ക് പാരാതൈറോയിഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, പാരാതൈറോയിഡ് എന്തൊക്കെ സഹായിക്കുന്നു എന്നുള്ളത് നോക്കാം. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് കാണുക? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ്. ഓക്കെ, ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫ്രണ്ട് സൈഡ് ആണ്. ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ് കാണുക. ഇത് ബാക്ക് സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിന്റെ രണ്ട് സൈഡ് ആയിട്ടാണ്, രണ്ട് ഭാഗത്ത്, രണ്ട് ലോബ്സിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കാണാൻ പറ്റും. വൺ പെയർ, ഒരു പെയർ. ഇപ്പൊ നോക്കിയാൽ ഈ ഒരു ലോബിൽ ഒരു പെയറും ഈ ഒരു ലോബിൽ ഒരു പെയറും, അങ്ങനെ വൺ പെയറിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മളുടെ ഈ ഒരു പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് കാണാൻ പറ്റുന്നത്. ഇനി പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഒരു പെപ്റ്റൈഡ് ഹോർമോൺസ്, PTH, ഒരു പെപ്റ്റൈഡ് ഹോർമോൺസിന് എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പാരാതൈറോയ്ഡ് ഹോർമോൺ ആൾസോ സെക്രീറ്റ് പെപ്റ്റൈഡ് ഹോർമോൺസ്. അപ്പൊ പെപ്റ്റൈഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യേണ്ട ആ പെപ്റ്റൈഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. പാരാതൈറോയ്ഡ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡില് എന്ത് ചെയ്യുന്നു? കാൽഷ്യത്തിന്റെ ലെവൽ കുറയുമ്പോൾ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നു. ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്ന് നമുക്ക് പറയാം അല്ലെ. ഹൈപ്പർ കാൽസിമിക്, കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്ന ഒരു കണ്ടീഷൻ. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ബോൺ റീഅബ്സോർപ്ഷൻ. കാൽഷ്യത്തിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? ബോൺസിൽ ഉള്ള കാൽഷ്യത്തിനെയൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡീമിനറലൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഡീമിനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോൺ റീഅബ്സോർപ്ഷൻ അല്ലെ. സ്റ്റിമുലേറ്റ്സ് ദ ബോൺ റീഅബ്സോർപ്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ദി എവിടെ നിന്നാണ്? റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് റീഅബ്സോർപ്ഷൻ നടത്തുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിന്റെ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും റീഅബ്സോർപ്ഷൻ നടത്തുന്നു. അലോങ് വിത്ത് TCT ഇറ്റ് ഹെൽപ്സ് ദ എന്തായിരിക്കും? കാൽഷ്യം ബാലൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിന്റെ ബാലൻസും എന്ത് ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്താണ്? ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, TCTന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോ കാൽഷ്യം ലെവൽ കൂട്ടുന്നു. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ഹൈപ്പർ കാൽസീമിക് എന്നുള്ളൊരു കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ ബോണ്ട് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾസ് along with ആരുടെ കൂടെ ഹെൽപ്സ് ദ കാൽഷ്യം ബാലൻസ് അല്ലെ. കാൽഷ്യം ബാലൻസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഹോർമോൺസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കണം, പാരാതൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ്. അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോൺസ് എവിടെയാണ് കാണുന്നത്? ബാക്ക് സൈഡ് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ്, കാൽഷ്യം ലെവൽ കൂട്ടുന്നു, ബോൺ റീഅബ്സോർപ്ഷൻ നടത്തുന്നു, അതുപോലെ തന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ ദ റീനൽ ട്യൂബ്യൂൾസ്,
അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ്, അതുപോലെ തന്നെ വേറെന്താ കാൽഷ്യത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് നമ്മുടെ പാരാതൈറോയിഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. യെസ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് അടുത്തതാണ് നമ്മുടെ ഒരു ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ് അല്ലെ. നമ്മൾ കഴുത്ത് തലഭാഗം എല്ലാം കഴിഞ്ഞു, തലഭാഗത്തിലുള്ള ഹോർമോൺസ് എല്ലാം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് കഴുത്തിന്റെ ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഹോർമോൺസ് ആണ്, ഇവിടെയായിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ആരായിരിക്കും? തൈമസ് ഗ്ലാൻഡ് അല്ലെ. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈലോബ്ഡ് ആണ്. ബൈലോബ്ഡ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ദറ്റ് ഈസ് ബൈലോബ്ഡ് ആണ്. ഇതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് തൈമസ് കാണാൻ പറ്റുന്നത്. ബൈലോബ്ഡ് ആണ്. ബിറ്റ്വീൻ ദ ലങ്സിന്റെ ഇടയിലായിട്ട്, ബിഹൈൻഡ് ദ സ്റ്റേർണം, ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. ഇത് വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. തൈമസ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലങ്സ്, ബിഹൈൻഡ് സ്റ്റേർണം, വെൻട്രൽ സൈഡ് ഓഫ് ദ അയോട്ട. ഈ ഒരു സംഭവം നന്നായിട്ട് നോക്കി വെക്കാം. ഇത് സെക്രീറ്റ്, ഏത് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് ഹോർമോണിനെയാണ്? തൈമോസിൻ. തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് ഈ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യണം. നമുക്കറിയാം, ആ പേരിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ദാറ്റ് ഈസ് തൈമോസിൻ എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊരു പെപ്റ്റൈഡ് ഹോർമോൺ. ഈ തൈമോസിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. തൈമോസിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസിയേഷൻ ഓഫ് T lymphocytes which provide cell mediated immunity അല്ലെ. T lymphocytes-നെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. T lymphocytes നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. T lymphocytes ഉണ്ട്, B lymphocytes ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? T lymphocytes-നെ പ്രൊവൈഡ് ചെയ്യുന്നു, കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊമോട്ട് ആന്റിബോഡി പ്രൊഡക്ഷൻസ്, ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ആന്റിജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യണം അല്ലെ, അതിനെ തടയണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൈമോസിനാണ് അതിനും ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ ഒരു ഫംഗ്ഷനും, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൈമോസിൻ എന്താണ്, നമ്മൾ മീൻസ് പ്രായം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ആയി പോകും. തൈമോസിൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ തൈമസ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു? മീൻസ് ഓൾഡ് ഏജ് ആകുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ആയി പോകുന്നു. അങ്ങനെ ഡീജനറേറ്റ് പോയി കഴിഞ്ഞാൽ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് പോയി കഴിഞ്ഞാൽ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് എന്താവുന്നു? ഡിക്രീസ് ചെയ്ത് പോകും. അപ്പൊ നമ്മള് പ്രായം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താവുന്നു? വളരെ വളരെ വീക്ക് ആവുന്നു. ഇമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂൺ റെസ്പോൺസ് കുറഞ്ഞു പോകും. അപ്പൊ ഈ കുട്ടികളിലാണെങ്കിൽ ഈ ആരായിരിക്കും? ഈ തൈമസ് ഗ്ലാൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് എന്ത് ഡീജനറേറ്റ് ആയി പോകും? തൈമോസിൻ അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ആവും. തൈമോസിൻ എന്നുള്ളൊരു ഹോർമോണ് പതിയെ കുറയാൻ തുടങ്ങും. ഓൾഡ് ഏജില് തൈമോസിൻ ഏറ്റവും കുറവാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടീഷൻ? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും. ഓക്കെ, കിട്ടിയോ? Yes, ma'am. Okay, miss. ഓക്കെ, ശരി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാനിന്ന്. മെലാറ്റോണിൻ മാച്ച് ചെയ്യണം കേട്ടോ. തൈറോക്സിൻ, ലോ പ്ലാസ്മ കാൽഷ്യം ലെവൽ, TCT, increase in blood, osmolarity, PTH, low plasma sodium level,
darkness. The A, B, C, D, E. മാച്ച് ദ ഫോളോയിങ് ആണ്. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം, ഒന്ന് ശ്രമിച്ച് നോക്കാം. 1-2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. ആദ്യം അറിയാവുന്നത് മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഓപ്ഷൻസ് നോക്കി ചെയ്യാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. മെലാറ്റോണിൻ ഡാർക്ക്നെസ്. ഓക്കെ, തൈറോക്സിൻ ലോ പ്ലാസ്മ low കാൽഷ്യം. plasma. Thyroxine, Yes, yes, yes. low plasma. Yes. TCT, high plasma calcium. Then TTH. മാം TCTയുടെ ഫുൾ ഫോം Low എന്തുവാ? plasma. തൈറോകാൽസിറ്റോണിൻ. ഓക്കെ. TCT നമ്മളിപ്പോ പഠിച്ചില്ലേ അത്. PTH, പാരാതൈറോയ്ഡ് ഹോർമോൺ. ഓക്കെ, ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ജസ്റ്റ് Low നമുക്ക് plasma എന്താണ് നമ്മൾ level എന്ന് പഠിച്ചിട്ടുണ്ടല്ല. പറയുമ്പോഴത്തേക്ക് കേട്ടില്ല, ആരോ എന്തോ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. മിസ് ലോ പ്ലാസ്മ Na+ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ബോൺ റീഅബ്സോർപ്ഷൻ കൊണ്ടാണോ? അതെ അതെ അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഓക്കെ ആണോ? മിസ് ഓക്കെ ആണോ മക്കളെ? മാം ഈ എഴുതുന്ന നോട്ട്സ് ഒക്കെ ഞങ്ങൾക്ക് സെൻഡ് ആക്കുവോ? സെൻഡ് ചെയ്യും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ചോദിക്കാം. ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ കോസസ്. ഓപ്ഷൻസ് എഴുതണോ ഞാൻ? ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ. ഹൈപ്പോതൈറോയിഡിസം. യെസ്, ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഇതല്ല ഞാൻ ചോദിച്ചത്. ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ കോസസ്. ഞാൻ ഓപ്ഷൻസ് പറയാം. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ: അക്രോമെഗാലി, then osteoporosis, tetany, cretinism. Yes, very good. Cretinism. അപ്പൊ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാനായിട്ട് കിട്ടണം. അതുപോലെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗോയിച്ച് ഉറപ്പിക്കാം അല്ലെ? യെസ് ഓക്കെ. ഇനി അതുപോലെ തന്നെ ഹൈപ്പർ സെക്രീഷൻ ഓഫ് PTH, പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്റ്റിയോപോറിസിസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓസ്റ്റിയോപോറിസിസ്. അതുപോലെ തന്നെ നമുക്ക്
ഓരോന്നിന്റെ ഫുൾ ഫോംസ് ഇപ്പൊ ADH ആണെങ്കിലും FSH ആണെങ്കിലും PTH ആണെങ്കിലും അതിന്റെ ഫുൾ ഫോംസ് നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് തരാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബയോളജിയിൽ കൂടുതലായിട്ട് ചോദിക്കും അല്ലെ, അറിയില്ലേ? മാം ഇപ്പൊ പാരാതൈറോയ്ഡ് ഇതിന്റെ കാര്യം പറഞ്ഞത് അപ്പം ജസ്റ്റ് ഒന്ന് കട്ടായി കൂടി പറയാവോ? ആണോ? പാരാതൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് അല്ലേ? അല്ല മാം ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നില്ലേ? ഇപ്പൊ പറഞ്ഞ ഇപ്പൊ പറഞ്ഞത് ഓസ്റ്റിയോപോറോസിസിന്റെ കേസാന്ന് തോന്നുന്നു. ഹൈപ്പർ സെക്രീഷൻ. അതെ, ഹൈപ്പർ സെക്രീഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺസ് ആണോ കോസസ് എന്താണെന്നുള്ളത് അല്ലേ? ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, അക്രോമെഗലി, മെക്സോഡീമ ആ ഒരു ഡിസീസ് ആണ്. നമുക്കറിയാം ഹൈപ്പർ സെക്രീഷൻസ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഹൈപ്പർ സെക്രീഷൻ ഓഫ് PTH എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഇപ്പൊ ജസ്റ്റ് നൗ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ കേസാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബയോളജിയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് NCERT ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ വായിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 2 സ്റ്റേറ്റ്മെന്റ് തരാം മക്കളെ. അപ്പൊ നിങ്ങൾ അത് നോക്കുക, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. തൈമോസിൻസ് പ്ലേ എ മേജർ റോൾ in differentiation of T lymphocytes. Okay. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തൈമോസിൻ പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. തൈമോസിൻ പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഷോർട്ട് ഫോം CMI നേടി. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ തെറ്റാണോ ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായി. രണ്ടും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. രണ്ടും ട്രൂ ആണ്. വെരി ഗുഡ്. ട്രൂ അല്ല. ട്രൂ ആണ്, രണ്ടും ട്രൂ ആണ് മോളെ, രണ്ടും ട്രൂ ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പൊ നമ്മള് CMI പ്രൊവൈഡ് ചെയ്യുന്നത് T lymphocyte ആണ്. അതുപോലെ തന്നെ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിനെ തൈമോസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടി ഉണ്ട്. അതും കൂടി നമ്മുടെ തൈമോസിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയില്ലേ? യെസ് മാം. യെസ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അഡ്രീനൽ ഗ്ലാൻഡ് അല്ലെ, നമ്മുടെ അടുത്ത ആളാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ വയറിന്റെ ഭാഗത്തെത്തി അഡ്രീനൽ, തല മുതൽ ഇങ്ങനെ ഇറങ്ങി വയറിന്റെ ഭാഗത്തേക്ക് എത്തി നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഭാഗത്തെത്തി. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് ആളാണ്. പെയർ എന്ന് നമുക്ക് പറയാം അല്ലെ. നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നോക്കിയതാ, കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഒരാളാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കിഡ്നി ഇറ്റ് ഈസ് എ പെയർഡ് ആണ് അല്ലെ, പെയർ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. സോ 2 കിഡ്നിയുടെ മുകളിലും ഒരു തൊപ്പി വെച്ച പോലെ കാണുന്നു. അതാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ആന്റീരിയർ റീജിയനിലാണ് കാണുന്നത് അല്ലെ. കിഡ്നിയുടെ ആന്റീരിയർ റീജിയനിലായിട്ടാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. ഈ ഗ്ലാൻഡ് ശരിക്കും ടിഷ്യൂസ് ആണ്. 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ടിഷ്യൂസിന് 2 ലെയേഴ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഔട്ടർ ടിഷ്യൂ എന്ന അഡ്രീനൽ കോർട്ടെക്സ് എന്നും ഔട്ടർ ടിഷ്യൂ കോർട്ടെക്സും അതുപോലെ തന്നെ ഇന്നർ എന്തായിരിക്കും മക്കളെ? എല്ലാവർക്കും അറിയാം, മെഡുല. യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 റീജിയൻസ് ആയിട്ടാണ് ഇതും കണക്ട് ചെയ്തിട്ടുള്ളത്. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയാണ്. 2 ആൾക്കാരായിട്ടാണ് ഇവര് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്രീനൽ മെഡുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെയിൻ ആയിട്ട് അവരിനെ വിളിക്കുന്ന പേര് അഡ്രീനൽ മെഡുല്ല. അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ മെഡുല്ല ഇറ്റ് ഈസ് കോൾഡ് ആസ്, ഇതിനെ കോമൺലി വിളിക്കുന്ന പേരാണ് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ?
കാറ്റക്കോളമൈൻസ്. ഓക്കെ, ഇവരുടെ കോമൺ ആയിട്ട് ഈ ഹോർമോൺസിന് അഡ്രീനൽ മെഡുല ആർ കെമിക്കലി കോൾഡ് ആസ് കാറ്റക്കോളമൈൻസ് എന്നാണ് വിളിക്കുക. ഈ കാറ്റക്കോളമൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, നമ്മുടെ രണ്ട് ആൾക്കാരാണ്. ഒന്ന് ആരാണ്? നമ്മുടെ അഡ്രീനാലിനെയും പിന്നെ ഒരാളുണ്ട് നമ്മുടെ നോർ അഡ്രീനാലിൻ. യെസ്, ഇവർ രണ്ടാൾക്കാരിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്. അപ്പൊ രണ്ട് ഫ്രണ്ട്സ് നടന്നു പോവാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കും അല്ലെ, ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എപ്പോഴും അടയും ചക്കരയുമായിട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ ഈ അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും ഒരുമിച്ച് പറയുന്നതാണ് നമ്മൾ എന്താ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നു അല്ലെ. ഇവർക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണെന്നറിയോ? സ്ട്രെസ് ഹോർമോൺസ് എന്നും കൂടി പറയും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് എന്നൊക്കെ പറയും അല്ലെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. അങ്ങനെയൊക്കെ ഇവരിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് അല്ലെ, ഈ കാറ്റക്കോളമൈൻസിനെ വിളിക്കാറുണ്ട്. അപ്പൊ കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അറിയണം, അഡ്രിനാലിനും നോർ അഡ്രിനാലിനെയും ഒരുമിച്ചാണ് നമ്മൾ വിളിക്കുന്നത് കാറ്റക്കോളമൈൻസ് എന്ന്. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിന്, സ്ട്രെസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ്, സ്ട്രെസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് റിലീസ് ചെയ്യണത് അല്ലെ, ഈ അഡ്രിനാൽ മെഡുല പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരിന് വേറൊരു പേരും കൂടി പറയാം അല്ലെ, അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും വേറൊരു പേരുണ്ട്, അറിയാവോ ആർക്കെങ്കിലും? അറിയാവോ മക്കളെ? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. യെസ്, വെരി ഗുഡ്. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഓക്കെ, അങ്ങനെയും നമ്മൾ വിളിക്കാറുണ്ട് ഇവരിനെ. അപ്പൊ ഇവർ രണ്ടുപേരും ശരിക്കും എമർജൻസി സിറ്റുവേഷൻസിന് വളരെയധികം സഹായിക്കുന്ന അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിന് ഹാൻഡിൽ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ നമുക്ക് ഇവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കാം? നമ്മുടെ ഹാർട്ട്നെസ് കൂടും അല്ലെ, പ്യൂപ്പിലറി ഡൈലേഷൻ സംഭവിക്കും, പൈലോ എറക്ഷൻ ഉണ്ടാവും. പൈലോ എറക്ഷൻ എന്താ? റേസിംഗ് ഓഫ് ഹെയർസ് ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇത് നോർമൽ ആയി കഴിഞ്ഞാൽ അതെല്ലാം എന്ത് ചെയ്യുന്നു, നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. റേറ്റ് ഓഫ് റെസ്പിറേഷൻ റേറ്റ് കൂടും. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ എന്താവും, നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. ഇതെല്ലാം ആ എമർജൻസി സിറ്റുവേഷൻസ് കഴിഞ്ഞു, അതെല്ലാം ഓവർകം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ നോർമൽ സ്റ്റേറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്താവുന്നു, നമ്മളിപ്പോ പറഞ്ഞതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആവും അല്ലെ. ഇൻക്രീസ് എന്നുള്ളതെല്ലാം എന്താവുന്നു, ഡിക്രീസ് ആവും, എല്ലാം നോർമൽ ആവും അല്ലെ. ഹാർട്ട് ബീറ്റ് കൂടി അതെല്ലാം എന്ത് ചെയ്യുന്നു, കുറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടുന്നു അല്ലെ മക്കളെ. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്, ഗ്ലൈക്കോജിനോലൈസിസ് എന്നുള്ള സംഭവം കൂടി സംഭവിക്കും. ഗ്ലൈക്കോജിനോലൈസിസ്, ഓക്കെ, കണ്ടീഷനും കൂടി ഉണ്ടാവും. എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോജൻ ടു pyruvic acid. Breakdown of glucogen to glucose. അതാണ് ഗ്ലൂക്കോജിനോലൈസിസ്. അതുപോലെ തന്നെ വേറൊന്നുണ്ട്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ്. രണ്ടും കേട്ടിട്ടുണ്ടോ? ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡും ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീനും. ഓക്കെ, അതൊക്കെ ലിപ്പിഡ്സ് ബിഗർ മോളിക്യൂൾസ് എന്താവുന്നു, ജസ്റ്റ് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ദാറ്റ് കണ്ടീഷൻ ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് പേടി കൂടുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഗ്ലൂക്കോജിനോലൈസിസ് കൂടുന്നു അല്ലെ. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കും. അതുപോലെ പൈലോ എറക്ഷൻ സംഭവിക്കുന്നു, സ്വെറ്റിംഗ് സംഭവിക്കുന്നു അല്ലെ. നിങ്ങളിപ്പോ ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഒരു പട്ടിനെ കണ്ടു, പെട്ടെന്ന് ഒരു പട്ടിനെ കണ്ടു അല്ലെ. കുറെ കുട്ടികൾക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പട്ടിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വയർത്ത് ഒഴുകി ഭയങ്കര കണ്ടീഷനിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട് അല്ലെ. ചിലവര് നേരെ തിരിച്ച ധൈര്യത്തോടു കൂടി ഇങ്ങനെ പോകും. പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് പേടിയുള്ള സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ബോഡിലി ചേഞ്ചസ് ഉണ്ടാവും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മുടെ കാറ്റക്കോളമൈൻസ്. അത് പേടി ഉണ്ടാവുമ്പോഴും നോർമൽ സ്റ്റേറ്റിലും, രണ്ട് സ്റ്റേറ്റിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ അഡ്രീനൽ മെഡുലന്റെ കേസാണ്. ഇത്രയും കാര്യങ്ങൾ.
ഇനി അടുത്തത് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിന്റെ കാര്യമാണ്. ഈ അഡ്രീനൽ കോർട്ടെക്സ് 3 റീജിയൻസ് ആയിട്ട് 3 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡ്രീനൽ കോർട്ടെക്സ് 3 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ലെയേഴ്സിന് ഇങ്ങനെ സർക്കിൾ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ 3 ലെയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. അതില് സോണ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്നതാണ് എന്ത് ഇന്നർ ലെയർ. ഓക്കെ, സോണ റെറ്റിക്കുലാരിസ് ഇന്നർ ലെയർ. അതുപോലെ തന്നെ മിഡിൽ ലെയറിന് അതിന് ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ് എന്നാണ് പറയുക. ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ്. ഓക്കെ, ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ സോണ ഫെസിക്കുലേറ്റ എന്ന് പറയുന്നത് മിഡിൽ ലെയർ. ഓക്കെ, സോണ ഫെസിക്കുലേറ്റ. സോണ ഫെസിക്കുലേറ്റ മിഡിൽ ലെയർ. അതുപോലെ തന്നെ ഏറ്റവും ഔട്ടർ ലെയർ സോണ ഗ്ലോമറുലസ്. സോണ ഗ്ലോമറുലസ് ആണ് ഈ മിനർലോ കോർട്ടിക്കോയിഡ്. ഓക്കെ, മിനർലോ കോർട്ടിക്കോയിഡ്. എവിടെന്റെ മക്കളെ ഒന്നും ഡൗട്ട് കൺഫ്യൂഷൻ ആവണ്ട. ദിസ് വൺ ഈസ് ഇതാണ് നമ്മുടെ സോണ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞത്. ഓക്കെ, 3 ലെയേഴ്സ് ആണ് നമ്മുടെ ഈ അഡ്രീനൽ കോർട്ടെക്സ് കാണിക്കുന്നത്. ആദ്യത്തെ ഇന്നർ ലെയർ ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ്, അതുപോലെ തന്നെ മിഡിൽ ലെയർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ദിസ് വൺ ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അതുപോലെ തന്നെ ഔട്ടർ ലെയർ ആണ് മിനർലോ കോർട്ടിക്കോയിഡ്സ്. ഔട്ടർ ലെയർ ആണ് മിനർലോ കോർട്ടിക്കോയിഡ്സ്. അപ്പൊ ഇത്രയും ഈ 3 ലെയേഴ്സ് നമ്മൾ പഠിക്കണം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ലെയർ നമ്മൾ എന്തിനാണ് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗ്ലൂക്കോനിയോജെനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അതിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിക്കാൻ സഹായിക്കുന്നു അല്ലെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ദെൻ അതുപോലെ തന്നെ ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന്റെ ഇൻഹിബിഷൻ മീൻസ് അമിനോ ആസിഡ്സിന്റെ യൂട്ടിലൈസേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഒരു പരിധിവരെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെയും ഹാർട്ടിന്റെയും ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. കാർഡിയോവാസ്കുലർ ഫംഗ്ഷനും അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻസും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആരാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സഹായിക്കും. അതായത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് നമ്മുടെ ബ്ലഡിലത്തെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്, ഗ്ലൂക്കോസിന്റെ ലെവല് കൂട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ കോർട്ടിസോൾ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. കോർട്ടിസോളിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് RBC പ്രൊഡക്ഷൻ എറിത്രോപോയിസിസ് എന്നൊക്കെ പറയും. RBC പ്രൊഡക്ഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇറ്റ് ഈസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആണ്. ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സപ്രസ് ചെയ്യുന്ന കണ്ടീഷൻസ് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. എന്താണ്, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോനിയോജെനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ്, അതുപോലെ തന്നെ ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്. ദെൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം കിഡ്നി ഫംഗ്ഷനെ പെർഫോം ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ RBC പ്രൊഡക്ഷൻ, ദെൻ അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഇതുപോലെ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനർലോ കോർട്ടിക്കോയിഡ്സ് ആണ്. മിനർലോ കോർട്ടിക്കോയിഡ്സ് റെഗുലേറ്റ് ദ ബോഡി ഫ്ലൂയിഡ്സ്, ഇലക്ട്രോളിസിസ്, ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ BP ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സംഭവം അല്ലെ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മിനർലോ കോർട്ടിക്കോയിഡ്സ് സഹായിക്കുന്നു. ദീസ് ആർ ഓൾ ഫങ്ഷൻസ് ഓഫ് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. അഡ്രീനൽ കോർട്ടെക്സ് 3 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനർലോ കോർട്ടിക്കോയിഡ്സ്, അതുപോലെ തന്നെ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് ഗൊണാഡ്സ് ആണ്. ഓക്കെ, ഗൊണാഡോ കോർട്ടിക്കോയിഡ്. അപ്പൊ ഇതാണ്. ഇനി അടുത്തത് അൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫോർ ദ റീനൽ ട്യൂബ്യൂൾസ് ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് അയോൺസ് അല്ലെ.
ഈ അൾഡോസ്റ്റിറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർപ്ഷനെ സഹായിക്കുന്നുണ്ട്. കിഡ്നിയുടെ സോഡിയം വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ അവിടെ ആ ഒരു എന്താ പറയുക എക്സ്ക്രീഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. അൾഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്ന? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷനെ സഹായിക്കുന്നു ഉള്ള കാര്യങ്ങളാണ് മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ. വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ്, ഓസ്മോട്ടിക്, അത് എല്ലാത്തിന്റെയും ഒരു ബാലൻസ് നമ്മുടെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും പ്രഷർ അതെല്ലാം എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ദെൻ അൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താ? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് പ്യൂബർട്ടി സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ബോഡിലി ചേഞ്ചസ്, ആക്സിയൽ ഹെയർ, പ്യൂബിക് ഹെയർ, ഫേഷ്യൽ ഹെയർ എല്ലാം എന്ത് ചെയ്യുന്ന? ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. നമുക്കറിയാം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഡിഫറൻസ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിലിൽ കുറെ ചേഞ്ചസ് ഉണ്ടാവും, ബോഡിലി ചേഞ്ചസ്. അതിനെല്ലാം സഹായിക്കുന്നത് നമ്മുടെ ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് ആണ്. അപ്പൊ നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിൽ 3 ലെയേഴ്സ് ഇതൊക്കെയാണ്. ആ ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്. ദെൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോ നിയോജനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സപ്രസർ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്നു, വേണ്ട സമയത്ത് മാത്രം റിലീസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. അതുപോലെ തന്നെ അടുത്ത ആളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ് എന്നുള്ളതാണ്. സോൾട്ടും വാട്ടറും ബാലൻസ്, നമ്മുടെ ബോഡിയിൽ എല്ലാം ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് മിനറലോകോർട്ടിക്കോയിഡ്സിൽ നമ്മൾ പഠിക്കേണ്ടത്. സോഡിയം, ഫോസ്ഫേറ്റ് അയോൺസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള അൾഡോസ്റ്റിറോണിന്റെ റീഅബ്സോർപ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ മിനറലോകോർട്ടിക്കോയിഡ്സ് നമ്മുടെ BP, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അഡ്രീനൽ കോർട്ടെക്സിന്റെ 3 ലെയേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് അല്ലെങ്കിൽ ലൊക്കേറ്റഡ് എവിടെയാണ് മക്കളെ? അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ കിഡ്നി, posterior part of the kidney, dorsal part of the brain, dorsal part of the heart and aorta. എവിടെയാ adrenal gland is located? Anterior part of each kidney. Yes, okay. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? മാം, ഇതിനകത്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിലെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഏതാ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം എന്നുള്ളൊരു കാര്യം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റവും കിഡ്നി ഫങ്ഷൻസിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ നമ്മുടെ RBC പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ RBC പ്രൊഡക്ഷന്റെ കേസ് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല RBC നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സംഭവം നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? RBCനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ അത് വരികയില്ല. എങ്ങനെ പോയാലും ആ കോർട്ടിസോൾ എന്ത് ചെയ്യുന്നുണ്ട്? RBCനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകും. അപ്പൊ അത് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, അത് മെയിൻലി ഗ്ലൂക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് മൈൻഡിൽ ക്ലിക്ക് ആവണം. കാർബോഹൈഡ്രേറ്റിന്റെ കേസുകളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അമിനോ ആസിഡ്സിനെ ഒക്കെ അവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. മിസ് ലിപ്പോലിസിസ് എന്താണെന്നോട് പറയോ? ലിപ്പിഡിന്റെ ബ്രേക്ക് ഡൗണിയാണ് ലിപ്പോലൈസിസ് എന്ന്. ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് ലിപ്പിഡിന്റെ ഒരു ബ്രേക്ക് ഡൗണിയാണ് ഉദ്ദേശിക്കുന്നത് ലിപ്പോലൈസിസ്. പ്രോട്ടോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ബ്രേക്ക് ഡൗണിനെയാണ് പ്രോട്ടോലൈസിസ് എന്ന് വിളിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസവും RBC പ്രൊഡക്ഷനും അല്ലേ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? അതെ അതെ, മെയിൻ ആയിട്ട് അതാണ് നോക്കേണ്ടത്. ഓക്കെ മാം, താങ്ക് യു. ഇനി അടുത്തത് നോക്കിയ മക്കളെ, അടുത്തൊരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിലുള്ള ഒരാളാണ് നമ്മുടെ കോർട്ടിക്കോയിഡ്. നമ്മളിപ്പോ പഠിച്ചു അല്ലെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹോർമോൺസ്
എഫക്ട്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് കൊടുക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അത് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? വളരെ ക്ഷീണമാവും. നമ്മുടെ വീക്ക്നെസ് ആണ്, നമുക്ക് നടക്കാനും ഇരിക്കാനും ഒന്നിനും വയ്യാത്തൊരു കണ്ടീഷൻ ആവും. വളരെ ക്ഷീണിച്ച് ഒരു കണ്ടീഷൻ ആവും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡിസൻസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അഡിസൻസ് ഡിസീസ് മാച്ച് ദ ഫോളോയിങ്ങിൽ വരും. മാച്ച് ദ ഫോളോയിങ്ങിൽ വരുമ്പോ എന്തായിരിക്കും? അഡിസൻസ് ഡിസീസിന്റെ നേരെ ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം എന്നൊക്കെ ആയിരിക്കും മാച്ച് ആയിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക, ഡെഫിഷ്യൻസി ഓഫ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ് ഹോർമോൺ എന്ന് തന്നിട്ട് അഡിസൻസ് ഡിസീസ് ആയിരിക്കും. അഡിസൻസ് ഡിസീസ് ഒന്നില്ല കോർട്ടിക്കോയിഡ് ഹോർമോൺസിന്റെ നേരെ മാച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അഫക്ട്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം എന്ന് തരും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈ അഡിസൻസ് ഡിസീസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നന്നായിട്ട് നോക്കി വെക്കണം, അഡിസൻസ് ഡിസീസ് എന്താണെന്ന്. അഡിസൻസ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ്, നമുക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. കോർട്ടിക്കോയിഡ് ഹോർമോൺസ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിനെ അഫക്ട് ചെയ്യും, നമ്മൾ വീക്ക് ആവും, ഫെറ്റീഗ് ആൻഡ് ദ കണ്ടീഷൻ കോൾഡ് അഡിസൻസ് ഡിസീസ്. നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ തകണ്ട ഭയങ്കരമായിട്ട് കൈയും കാലൊക്കെ ക്ഷീണിച്ചു പോകും. നല്ല തടിയുള്ള ആൾക്കാര് എന്താവും? ക്ഷീണിച്ചു പോകും. അല്ലെങ്കിലോ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ഒരു ബോഡി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബോഡി ചേഞ്ചസ് തന്നെ കംപ്ലീറ്റ്ലി എന്താവും? ഒരു മാറ്റം ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ക്ഷീണം വന്ന് ഭയങ്കര ഒരു നന്നായിട്ട് അവരിൽ ബോഡിയിൽ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അഡിസൻസ് ഡിസീസ്. പിന്നെ അടുത്തത് നോക്കിയേ, അഡ്രീനൽ മെഡുല. അപ്പൊ അഡ്രീനൽ കോർട്ടെക്സിന്റെ കേസുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഡ്രീനൽ മെഡുലന്റെ കേസാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, പ്രൊഡ്യൂസ് കാറ്റക്കോളമൈൻ ഹോർമോൺസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, നോറെപ്രിനെഫ്രിനും എമർജൻസി ഹോർമോൺസ് ആണ് ഞാൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫൈറ്റ് ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോർട്ടെക്സിലേക്കും വന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ മക്കളെ? അഡ്രീനൽ ഗ്ലാൻഡിന്റെ കാര്യങ്ങൾ കിട്ടിയോ? അഡ്രീനൽ മെഡുലെ പറഞ്ഞു, അഡ്രീനൽ കോർട്ടെക്സ് പറഞ്ഞു. യെസ്, ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ പാൻക്രിയാസ് അല്ലെ. പാൻക്രിയാസ് ഇസ് എ കമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിന് കമ്പോസിറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? എൻഡോക്രൈനും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. എൻഡോക്രൈനും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പാൻക്രിയാസില് കുറെ അധികം എന്തുണ്ട്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്. ഇത് എത്ര എണ്ണാണ്? ദർ ആർ അബൌട്ട് 1.2 മില്യൺ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഉള്ളത്. മക്കളെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ 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 ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എത്രയാണ്? ദർ ആർ അബൌട്ട് 1 to 2 മില്യൺ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എത്ര? 1 മുതൽ 2 മില്യൺസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണുന്നത്. പക്ഷേ പാൻക്രിയാറ്റിക് ടിഷ്യൂസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 1 to 2%. ആ പെർസെന്റേജും മില്യനും ആണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ദർ ആർ അബൌട്ട് 1 to 2 മില്യൺ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാറ്റിക് ടിഷ്യൂ ആണെങ്കിലോ 1 to 2%. ടിഷ്യൂവും അതുപോലെ തന്നെ എന്താ പറയുക ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസും ആണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അപ്പൊ 1 to 2 മില്യനും ഉണ്ട്, 1 to 2% ഉണ്ട്. അത് രണ്ടും ശ്രദ്ധിക്കാം. ഇനി അടുത്തത്, ഈ ഐലറ്റ്സിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ആൽഫ സെൽസും ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് ഇൻ ദ ഐലറ്റ് സെക്രീറ്റ്സ്. ഈ രണ്ട് ആൾക്കാരും എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ പെപ്റ്റൈഡ് ഗ്ലൂക്കോഗൺ, ആൽഫ സെൽസ് ഗ്ലൂക്കോഗൺ, അതുപോലെ തന്നെ ബീറ്റ സെൽസ് ആണെങ്കിൽ ആയിരിക്കും? ഇൻസുലിൻ. ഇങ്ങനെയാണ് നമ്മുടെ ആൽഫ സെൽസും ബീറ്റ സെൽസും സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആൽഫ സെൽസും ബീറ്റ സെൽസ് ഇൻസുലിനും, ആൽഫ സെൽസ് ആണെങ്കിൽ ഗ്ലൂക്കോഗണും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? യെസ് മാം. യെസ്. ഇനി അടുത്തത് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ നോക്കിയത് പെപ്റ്റൈഡ് ഹോർമോൺസ് ഗ്ലൂക്കോഗണും ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്തു. ദേ മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസിസ്. അപ്പൊ എന്തിന്റെയാണ്? ഗ്ലൂക്കോസിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. പാൻക്രിയാസിന് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെപ്പറ്റോ എന്ന് പറയുമ്പോൾ എന്താ? ലിവർ അല്ലെ. ലിവറിൽ ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോജിനോലൈസിസിന്റെ റിസൾട്ട് ആയിട്ട് ഗ്ലൂക്കോജിനോലൈസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ്
എന്താ പറയാ ബ്ലഡ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ കൂട്ടും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നോർമലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ ആണെങ്കിൽ ഗ്ലൂക്കോജൻ കൂടിക്കഴിഞ്ഞാലുള്ള കണ്ടീഷൻ ആണിത്. ഓക്കെ, ഗ്ലൂക്കോജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് പാൻക്രിയാസിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഹെപ്പറ്റോസൈറ്റ്സ്. ലിവർ സെൽസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നു. അങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുന്നു. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, റെഡ്യൂസ് സെല്ലുലാർ ഗ്ലൂക്കോസ് എടുക്കുന്നതിന്റെ അപ്ടേക്ക് കുറയ്ക്കുന്നു. റെഡ്യൂസ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ സെൽസിലേക്ക് എടുക്കുന്നതിന്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെയാണ് നമ്മുടെ ആരാണ് ഗ്ലൂക്കോഗൺ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ആൾ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാം. ഇറ്റ് ആക്ട് ഇൻസുലിൻ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ഹെപ്പറ്റോസൈറ്റ്സിലും അഡിപ്പോസൈറ്റ്സിലാണ്. ഹെപ്പറ്റോസൈറ്റ്സ് ലിവർ സെൽസിലും, അതുപോലെ തന്നെ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത് ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ മസിൽസിന്റെ ഒരു ലെയർ ആണ്. ആ ഒരു റീജിയനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുക, ഗ്ലൂക്കോസ് അപ്ടേക്ക്, സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് വലിച്ചു കയറ്റുന്നു. സോ ദ ബ്ലഡ് ഗ്ലൂക്കോസ് റാപ്പിഡ്ലി മൂവ്സ് ടു ഹെപ്പറ്റോസൈറ്റ്സ്. അപ്പൊ കൂടുതലായിട്ട് എവിടെ എത്തുന്നു, ഹെപ്പറ്റോസൈറ്റ്സിലും അഡിപ്പോസൈറ്റ്സിലും ഒക്കെ ആയിട്ട് എന്ത് കൂടിക്കിടക്കുന്നു, ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കിടക്കുന്നു അല്ലെ. ദസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസസ്. കൂടുതലായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് എവിടെയൊക്കെ പോകുന്നു, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നു. എവിടേക്കൊക്കെ വലിച്ചെടുക്കുന്നു, ലിവറിലേക്കും അതുപോലെ തന്നെ അഡിപ്പോസൈറ്റ്സിലേക്കും വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് വളരെയധികം എന്താവുന്നു, ഹൈപ്പോഗ്ലൈസീമിക് ആവുന്നു, മീൻസ് കുറയുന്നു. ആ ഒരു കണ്ടീഷന് നമുക്ക് ഡേഞ്ചറസ് ആണ്. ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, ഗ്ലൂക്കോജെനസിസ് ഉണ്ടാവില്ല. അതായത് ഗ്ലൂക്കോസിനെ എന്തായിട്ട് ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മുടെ ബോഡിയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കണ്ടീഷൻ എല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ആകുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത് കൂടിയാലും കുറവാണ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ രണ്ട് കണ്ടീഷനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പാൻക്രിയാസ് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നൊരു അസുഖം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇൻസിപ്പിഡസ്, ലോസ് ഓഫ് വാട്ടർ അല്ലെ, വെള്ളം കുറേ അധികം ഇങ്ങനെ പോകുന്നു അല്ലെ, യൂറിനിലൂടെ എക്സസ് ലോസ് ഓഫ് വാട്ടർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസോർഡർ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ. ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻസ് കാരണം കുറെ കാലങ്ങളായിട്ട് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആണ് ഒരു കണ്ടീഷൻ വരുന്നത്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം കുറെ കാലങ്ങളായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് നമ്മുടെ ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാർംഫുൾ കോമ്പൗണ്ട്സ് ലൈക്ക് കീറ്റോൺ ബോഡീസ്. നമ്മളുടെ ബോഡിയിൽ എന്താണ്, കീറ്റോന്യൂറിയ അല്ലെങ്കിൽ കീറ്റോൺസ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും. ദാറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിനിലൂടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റേതിൽ ജസ്റ്റ് വാട്ടർ മാത്രമാണ് റിലീസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. അതിനോടൊപ്പം ഇതിലാണെങ്കിൽ മെലിറ്റസിലാണെങ്കിൽ ഗ്ലൂക്കോസും പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ കുറെ അധികം ഹാർംഫുൾ കീറ്റോൺ ബോഡീസ് ഒക്കെ പോകും. ദാറ്റ് ഈസ് ഗുഡ് ആണ്. പക്ഷെ ലോസ് ഓഫ് ഗ്ലൂക്കോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, ഇൻഎബിലിറ്റി ടു മൂവ് ഓർ അതായത് ഇൻഎബിലിറ്റി ഓഫ് ബോഡി ടു റിമൂവ് എക്സസ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ്. കൂടുതലായിട്ട് നമുക്ക് എന്താണ്, എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസിമിക് ലീഡ്സ് ടു അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയാം. ഡയബറ്റീസ് മെലിറ്റസിനോടൊപ്പം തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലൂക്കോസ് യൂറിയ, അതായത് ഗ്ലൂക്കോസിലൂടെ യൂറിൻ പോകുന്നു. അതുപോലെ തന്നെ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത് കീറ്റോൺ ബോഡീസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഹാർംഫുൾ ആയിട്ട് സബ്സ്റ്റൻസസ് പോകുന്നു. അതുപോലെ ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇൻസുലിൻ തെറാപ്പി കൊടുക്കാം. ഇൻസുലിൻ ആണ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് നമ്മുടെ ജുവനൈൽ. ദിസ് ഈസ് എ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയബറ്റീസ് 2 ടൈപ്സ് ഉണ്ടല്ലോ, ടൈപ്പ് 1 ടൈപ്പ് 2. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം, ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറും കൂടിയാണ്. ഇതില് ആന്റിബോഡീസ് തന്നെത്താൻ എന്താ പറയാ, ഓട്ടോ ഇമ്മ്യൂൺ ആണ്. ഇറ്റ് ഈസ് ആന്റിബോഡീസ് ഡെസ്ട്രോയ് ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിലുള്ള
ബീറ്റാ സെൽസ് എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു, ഡെസ്ട്രോയ് ആയി പോകുന്ന ഒരു കണ്ടീഷനും കൂടിയാണിത്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്, ജുവനൈൽ ഡയബറ്റീസും കൂടിയാണ് ഇത്. ഈ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് എന്നും കൂടി നമുക്ക് ഇതിനെ പറയാം. അതുപോലെ തന്നെ ഇതിൽ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ ടൈപ്പ് 1 ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ഗൊണാഡ്സ് ആണ്. ഗൊണാഡ്സിൽ നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്, ടെസ്റ്റിസും ഓവറിയും. ടെസ്റ്റിസ് മെയിൽ ഗൊണാഡ് ആണ്, ഓവറി ദാറ്റ് ഈസ് ഫീമെയിൽ ഗൊണാഡ് ആണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൺ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ദെൻ എവിടെയാണ് ഈ പെയർ ഓഫ് ടെസ്റ്റിസ് ഈസ് പ്രസന്റ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടൽ സാക്കിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സ്ട്രോമ ടിഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ലേഡിക് സെൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കൂടുതലായിട്ട് പഠിക്കും. അതുപോലെ ആൻഡ്രജൻസ് ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺസ് ഉണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ എവിടെയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലുണ്ട്. അപ്പൊ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻസ് ഇത്രയാണ്. മെയിൽ ഗൊണാഡ്സ് ആണ്, ആൻഡ്രജൻസ് ആണ് കൂടുതലായിട്ട് റിലീസ് ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ദെൻ ടെസ്റ്റിസ് ആൻഡ്രജൻസ് ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് മെയിൻലി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷൻ, ദെൻ ലിബിഡോ മീൻസ് സെക്ഷൽ ബിഹേവിയർ, ഓപ്പോസിറ്റ് സെക്ഷൽ ബിഹേവിയർ മീൻസ് അവരുടെ അട്രാക്ഷൻ തോന്നുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനാബോളിസം ഓഫ് പ്രോട്ടീന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും അനാബോളിസംസ് നടക്കുക, അതൊക്കെയാണ് ടെസ്റ്റിസിലുള്ള ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോൺസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി അടുത്തത് ഓവറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഓവറി. അത് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവറീസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമൻ ആണ്, അബ്ഡോമനിലായിട്ടാണ് നമ്മുടെ ഓവറീസ് കാണുന്നത്. ഇറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട്, നമ്മുടെ സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്, അല്ലെ? ഒവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. ഈ ഒവേറിയൻ ഫോളിക്കിൾസ് എന്താ ചെയ്യുക, ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രജൻ ഇറ്റ് ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഈ ആഫ്റ്റർ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ പ്രഗ്നൻസി ഹോർമോൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഈസ്ട്രജന്റെ ഫംഗ്ഷൻസ് ഇറ്റ് ഈസ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഒവേറിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, മാമറി ഗ്ലാൻസ് ഡെവലപ്പ് ചെയ്യിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഈസ്ട്രജന്റെ മെയിൻ ഹോർമോൺസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്ത പ്രൊജസ്ട്രോണിന്റെ കേസ് ആണെങ്കിൽ മെയിൻറ്റെയിൻ പ്രഗ്നൻസി, മാമറി ഗ്ലാൻസ് ഡെവലപ്പ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ അൽവിയോളൈ, മിൽക്ക് സെക്രീഷൻസ്, അൽവിയോളയില് മാമറി ഗ്ലാൻസിലൂടെ അൽവിയോളയില് എന്ത് ചെയ്യുന്നുണ്ട്, മിൽക്ക് സെക്രീഷന് വളരെയധികം സഹായിക്കാനും നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? റെസ്പോണ്ട് ചെയ്യുന്ന ആരെങ്കിലും? യെസ്, ഓക്കെ. അപ്പൊ നമുക്കിപ്പോ നമ്മളുടെ ഏകദേശം ടൈം അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഹോർമോൺസ് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം.